Hello. Start Good it. evening. Yes, I guess so. I got a notification. Yes. Okay, so good evening, all. Welcome to Let's Update Language Academy, and we are here at 9 o'clock with the exam review. So today was a long day for all exam takers, and we will discuss what was the question, writing question especially. അതാണ് എപ്പോഴും എല്ലാവരും എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്യുന്നൊരു ഏരിയ എന്ന് എനിക്ക് തോന്നുന്നു. നോൺ കേസ് ആയിരുന്നു ഇന്നത്തത്. സോ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഐ ഗെസ് സോ ദിസ് ഇസ് യുവർ ഡിപ്പാർട്ട്മെന്റ് സ്റ്റിൽ. നോൺ കേസ് ആയിരുന്നു ഇന്നത്തത്. സോ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് പറയാം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സ്പീക്കിംഗ് കാർഡ്സിൻ്റെ ഡീറ്റെയിൽസ് ആൻഡ് റീഡിംഗ് ലിസ്ണിംഗ്. സോ വിൽ സ്റ്റാർട്ട് അവർ സെഷൻ ഡിസ്കസിങ് ഓൾ ദീസ്. And it's me Harish from Let's Update Language Academy. And myself, Priyanka from Let's Update Language Academy. Yes, എനിക്ക് തോന്നുന്നു എല്ലാവരും ജോയിൻ ചെയ്ത് വരുന്നേ ഉള്ളൂ. ബട്ട് സ്റ്റിൽ നമുക്ക് സ്റ്റാർട്ട് അല്ലേ? Yes, definitely. Okay. Alright, so എനിക്ക് തോന്നുന്നു നമ്മൾ റീഡിംഗ് ലിസണിങ് വെച്ചിട്ടാണ് നമ്മൾ ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്യാറ്. അപ്പോൾ റീഡിംഗ് ലിസണിങ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങളുടെ വോട്ട് സേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് നമ്മളുടെ ഇവിടുന്ന് റെഗുലർ സ്റ്റുഡൻസ് പോയപ്പോൾ നമ്മളൊരു 2 days ബാക്ക് ഒത്തിരി എ പാർട്സും അതുപോലെ തന്നെ ബി പാർട്ടൊക്കെ ചെയ്യിച്ചിട്ടാണ് വിട്ടത്. അന്ന് ഐ റിമെമ്പർ ദറ്റ് സ്റ്റുഡൻസ് വെയർ ബിറ്റ് ടയേർഡ്. അത്യാവശ്യം ടയേർഡായി. കാരണം റീഡിങ് ഒത്തിരി ചെയ്യുമ്പോൾ നമ്മൾ നാച്ചുറലി ടയേർഡ് ആവും അല്ലേ. അപ്പോൾ ഐ വാസ് റിമൈൻഡഡ് ഓഫ് എ ഫാക്ട് ദാറ്റ് ഒരു സ്റ്റുഡൻറ്റ് എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ നേരത്തെ ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങളുടെ അടുത്ത് അല്ലേ, ഐ ലവ് ടു ലിസൺ ടു ദ സ്റ്റുഡൻസ് എക്സ്പീരിയൻസ്. സോ അങ്ങനെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ നേരത്തെ ഒരാൾ വന്ന് പറഞ്ഞതാണ്, എക്സാം ഹാളിൽ ഞാൻ വളരെ ടയേർഡായി, എനിക്കിന്ന് ഫേസ് വാഷ് ചെയ്യണം തോന്നി, ബട്ട് അറ്റ് ദ സെയിം ടൈം എനിക്ക് പോയാൽ എൻ്റെ സമയം പോകുമോ എന്നുള്ളതാണ്. ഫേസ് വാഷ് ചെയ്യാനും പോയില്ല, ഞാൻ അവിടെ ഇരുന്നിട്ട് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയി പോയി എന്ന് ഒരാളിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കാൻഡിഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നമ്മൾ അതേപോലെ തന്നെ ഒന്ന് ഇരുന്ന് നോക്കണം. ഇന്ന് നമ്മളുടെ മോക്ക് ടെസ്റ്റ് ഡേയും കൂടിയായിരുന്നു. നമ്മൾ യൂഷ്വലി ഒഫീഷ്യൽ എക്സാമിനേഷൻ നടക്കുമ്പോൾ അതേ പാറ്റേണിൽ ഇവിടെ ലെറ്റ്സ് അപ്ഡേറ്റ് ലാംഗ്വേജ് അക്കാഡമിയിലും മോക്ക് ടെസ്റ്റ് ഡേ ആയിരുന്നു. സോ ഇന്ന് ആ ഒരു ടയേർഡ് ഫേസും അറ്റ് ദ സെയിം ടൈം എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഡിസ്കഷൻസും ഒക്കെയാണ് ഞാൻ സ്റ്റുഡൻസിൽ കണ്ടത്. സോ ദിസ് ഈസ് ആക്ച്വലി ആ ഒരു നെയിം ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് മോക്ക് ടെസ്റ്റ്. നിങ്ങൾ എന്താണോ അവിടെ ചെയ്യുന്നത് അതിൻ്റെ ഒരു മോക്ക് പ്രാക്ടീസ് ആണ് ഇവിടെ അല്ലേ. സോ ദാറ്റ്സ് റിയലി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് മാത്രമല്ല, നമ്മളൊരു എക്സാം പ്രഷർ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണല്ലേ, നമ്മൾ പ്രാക്ടീസ് ചെയ്തതിന് ഉപരി ഇമ്പോർട്ടൻ്റ് ആണ് എക്സാം, മോക്ക് എക്സാംസ് നമ്മൾ അറ്റൻഡ് ചെയ്യാന്ന് പറയുന്നത്. കാരണം പല കുട്ടികൾക്കും പറ്റുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് അവർ നല്ല എഫക്റ്റീവായിട്ട് ചില കുട്ടികളൊക്കെ വിളിക്കുമ്പോൾ പറയും, സാർ എനിക്കറിയില്ല, പ്രാക്ടീസ് ചെയ്യുമ്പോൾ 30 above കൺസിസ്റ്റൻ്റ് ആയിട്ട് കിട്ടുന്നതാണ്, പക്ഷേ എക്സാം റിസൾട്ട് വരുമ്പം 250, 260, 270 റേഞ്ചിലേക്കാണ് പോകുന്നത്. ഞങ്ങൾക്ക് അറിയില്ല എന്താണ് കാരണമെന്ന്. ആൻഡ് ദ only reason ഞാൻ പറയുന്നില്ല, one of the major reasons is pressure handling വീക്ക് ആവുന്നതാണ് കുട്ടികൾക്ക്. കാരണം അവിടെ ചെല്ലുമ്പോൾ ഒരു പുതിയ അറ്റ്മോസ്ഫിയർ, നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന അറ്റ്മോസ്ഫിയറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവിടെ ചെല്ലുന്നു. ഈവൻ അനൗൺസ്മെൻറ്റ്സ് കേൾക്കുന്നു, ടൈം പ്രഷർ, ബാക്കിയുള്ള പിയർ ആളുകളെ കാണുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലേ, എല്ലാം അവരെ പിന്നെ ഈ പറയുന്ന ഫിനാൻഷ്യലി ഡെഫിനറ്റ്ലി നിങ്ങളുടെ എന്താണ് ബേർഡൻ കാര്യങ്ങളും, ജോലി, ചിലർക്ക് ജോലി റിസൈൻ ചെയ്തൊക്കെ ഇരുന്ന് പഠിക്കുന്നു, 1, 2, 3 തവണയും എക്സാം എഴുതിയതിൻ്റെ ഫാമിലി പ്രഷർ വേറെ, ഇതെല്ലാം കൂടെ ആ ദിവസം നമ്മൾ മനസ്സിലേക്ക് വരുമ്പോൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെയാണ് പല കുട്ടികൾക്കും ഈ എക്സ്പെക്റ്റഡ് സ്കോറിലേക്ക് എത്താൻ പറ്റാത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മോക്ക് എക്സാംസ് അറ്റൻഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മളിവിടെ കൊടുക്കുന്നതെന്ന് വെച്ചാൽ എല്ലാ ശനിയാഴ്ചയും നമ്മുടെ മാം പറഞ്ഞ പോലെ എല്ലാ ശനിയാഴ്ചയും നമ്മൾ ഓൺലൈൻ സ്റ്റുഡൻസിനും റെഗുലർ സ്റ്റുഡൻസിനും നമ്മൾ മോക്ക് ടെസ്റ്റുകളാണ് കൊടുക്കുന്നത്. ഇപ്പം ഓൺലൈൻ സ്റ്റുഡൻസിന് നമ്മൾ കൊടുക്കുന്ന ഒരു പ്രൊവിഷൻ, നാട്ടിലുള്ള കുട്ടികളൊക്കെ ആണെങ്കിലും അവർ റെഗുലർ ക്ലാസ്സിൽ വന്ന് വേണമെങ്കിൽ അവർക്ക് അറ്റൻഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പല കുട്ടികളും വരുന്നുണ്ട് ദൂരെ നിന്നൊക്കെ ആ ഒരു മോക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് അക്കാഡമിയിൽ ഓൺലൈൻ പഠിക്കുന്ന കുട്ടികൾ വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് യെസ് ആ ഒരു സമയം അതൊക്കെ അവർ നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ബേസിക്കലി, പ്ലസ് ഗുഡ് ട്രെയിനിങ് അല്ലേ. യെസ്, ഡെഫിനറ്റ്ലി. ആൻഡ് അറ്റ് ദ സെയിം ടൈം നമ്മൾ ഓൺലൈനിൽ ഇപ്പോൾ നമ്മുടെ ക്രാഷ് കോഴ്സിൻ്റെ ബേസിസിൽ അതല്ലാതെ റെഗുലർ ക്ലാസ്സസിനും ബിഗിനേഴ്സും ഒക്കെ ഒത്തിരി പേര് നമ്മൾ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ടൈം അവർ പറയുന്നത് അങ്ങനെയൊക്കെ കുട്ടികൾ പറയാൻ നേരത്തെ യെസ് ഒരുപാട് കൺസേൺസ് ആണ്. അപ്പം എനിക്ക് തോന്നുന്നു എനിക്ക് പറയാനുള്ളത് കാൻഡിഡേറ്റ്സിനോട് മാത്രമല്ല, ബട്ട് ഓൾസോ ടു ദി
ഫാമിലി മെമ്പേഴ്സ്, ഐ മീൻ ഹൂ സപ്പോർട്ട്സ് ദം. ഇതെന്ന് പറയുന്നത് മേ ബി ട്വൈസ് ആയിരിക്കാം, ത്രൈസ് ആയിരിക്കാം സ്റ്റുഡൻസ് അറ്റൻഡ് ചെയ്യുന്നത്. പക്ഷേ അതിന് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻ വിച്ച് മൈ ടേക്ക് ടൈം. ദ ഓൺലി തിങ് ദറ്റ് വി ആർ ഫേസിങ് ഹിയർ ഇസ് എ മണി, അല്ലേ? അതിന് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ചിലവാകുന്നു എന്നുള്ളതാണ്. ദാറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദിസ് എക്സാമിനേഷൻ. പക്ഷേ അതുകൊണ്ട് ഒരിക്കലും നമുക്ക് കാൻഡിഡേറ്റ് 2, 3, 4 തവണ എഴുതുന്നതിന് നമുക്ക് ഡിസ്കറേജ് ചെയ്യാനായിട്ട് പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ ഈ ഡ്രീം മാറ്റി വെക്കേണ്ടി വരും. അതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരമായി ക്രാക്ക് ചെയ്യും. ആ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടായാൽ മതി. അപ്പം എന്താണ് നമ്മൾ ഏത് ടൈമിൽ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് സ്റ്റുഡൻസിന് സ്ലോട്ട്സ് അവൈലബിൾ ആക്കി വെക്കും. ആൻഡ് എല്ലാവർക്കും ഫേവറബിൾ ആയിട്ടുള്ള മാസ്റ്റർ ക്ലാസ്സസ്, ഇപ്പോൾ ഹരീഷ് സാർ ആണെങ്കിൽ ഓൺലൈനിൽ ഡെയിലി മാസ്റ്റർ ക്ലാസ്സസ് എടുക്കുന്നുണ്ട്. അന്നു ചെയ്യുന്ന ലെറ്ററിൻ്റെ ക്ലാസ്സസ് ഹരീഷ് സാർ എടുക്കുന്നുണ്ട്, ഇൻഡിവിജ്വൽ കറക്ഷന് പുറമേ ആയിട്ട്. അതുപോലെ തന്നെ ഞാനാണെങ്കിലും സ്പീക്കിംഗ് കാർഡ്സിൻ്റെ ഡെയിലി ഡിസ്കഷൻസ് നമ്മൾ ഓൺലൈനിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവർക്കും ഫേവറബിൾ ആയിട്ടുള്ള ടൈമിൽ വെക്കുമ്പോൾ പോലും ഐ കുഡ് സീ ദറ്റ് ആ സമയത്താണ് എനിക്ക് ആ കാര്യം ചെയ്യേണ്ടത്, അപ്പോൾ എനിക്ക് ഈ കാര്യത്തിനൊന്ന് ചെയ്യണമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് സ്റ്റുഡൻസ് റിക്വസ്റ്റ് ചെയ്യാൻ നേരത്തെ തീർച്ചയായിട്ടും വി കുഡ് അണ്ടർസ്റ്റാൻഡ്, വി കുഡ് ആക്ച്വലി പുട്ട് അവർ ഷൂസ് ഇൻ ടു യുവർ പ്ലേസ്. പക്ഷേ എന്നാൽ പോലും നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്ന സമയമാണെന്ന് പറയുന്നവരുണ്ട്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് അല്ലേ നിങ്ങളുടെ കരിയറും ഐ തിങ്ക് നിങ്ങളുടെ സ്റ്റഡീസും എന്നുള്ളതാണ് മൈ ക്വസ്റ്റ്യൻ. സോ നമ്മൾ ഒരു OET IELTS ഒരു ട്രെയിനിങ്ങിലോട്ട് ഇറങ്ങുമ്പോൾ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് നമ്മൾ അതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തേ പറ്റൂ. ഇറ്റ് ഈസ് നോട്ട് it's not a silly matter, അല്ലേ? വി ഹാവ് ടു ഡെഡിക്കേറ്റ് അവർ ടൈം ആൻഡ് ഓൾസോ അവർ എനർജി. അപ്പോൾ എനിക്ക് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നിട്ട് എനിക്കത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളിത് പ്രാക്ടീസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടുകൾ നമ്മൾ ഏറ്റുവാങ്ങാൻ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. കാരണം 2 months മാക്സിമം പോയ ഒരു 2.5 months ആണ് നമ്മൾ ഒരു എക്സാമിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ തീരുമാനിക്കുന്നത്, അല്ലേ? നമ്മളുടെ അടുത്ത് ട്രെയിനിങ് എടുക്കാതെ നമ്മൾ 100% തയ്യാറാണ്. അപ്പോൾ നിങ്ങളും അതുപോലെ 100% റെഡി ആണെങ്കിൽ വി വെൽക്കം യു ആൻഡ് ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് യുവർ റിസൾട്ട് വിൽ ബി പെയ്ഡ്. ഇന്ന് തന്നെ ഒരു കുട്ടി വിളിച്ചത് ഞാൻ ഓർക്കുവാണ്. ആ കുട്ടി വിളിച്ചിട്ട് പറഞ്ഞു ആളുടെ എൻക്വയറി ആയിരുന്നു സ്പീക്കിംഗ് ആൻഡ് റീഡിങ് ഷീ ക്ലിയർഡ് ആൻഡ് ലിസണിങ് ആൻഡ് റൈറ്റിംഗ് ആണ് ക്ലിയർ ചെയ്യാൻ പറ്റാഞ്ഞത്. സോ അതിൻ്റെ എൻക്വയറി ആയിരുന്നു. അപ്പോൾ ഷീ വാസ് ടെല്ലിങ് ഞാൻ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നു, റീഡിംഗ് ആയിരുന്നു എനിക്ക് ഏറ്റവും ടഫായിട്ടുള്ള ഏരിയ. അപ്പോൾ ഞാൻ എൻ്റെ കുട്ടികളുടെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് വരെ ഇരുന്ന് വായിച്ച് അതിനകത്ത് വേർഡ്സ് ഒക്കെ എടുത്ത് അതൊക്കെ ചെയ്തു, പക്ഷേ എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, കിട്ടിയില്ല എന്ന് പറയാൻ പറ്റുമോ? നമ്മൾ റീഡിങ്ങിന് അത്രയും എഫേർട്ട് ഇട്ടപ്പോൾ റീഡിങ് നമ്മൾ ക്ലിയർ ആയി, അല്ലേ? റൈറ്റിങ്ങിനും സ്പീക്കിങ്ങിനും നമുക്ക് എവിടെയൊക്കെയോ നമുക്ക് എഫേർട്ട്സ് ഇനിയും ഇടാനുണ്ടായിരിക്കും. അതുകൊണ്ടാണ് സോ റീഡിങ്ങിന് അത്രയും കഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു, അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടി എന്നുള്ളതാണ്. ബിക്കോസ് ഇത് നമുക്ക് എന്തായാലും കിട്ടും. 20 days കൊണ്ട് ക്ലിയർ ആവുന്ന കാൻഡിഡേറ്റ്സ് ഉണ്ട്. യെസ്, 20 ജസ്റ്റ് ഫോർ 20 days ഇനിഷ്യലി തൊട്ട് പഠിച്ച് 20 days കൊണ്ട് ക്ലിയർ ആവുന്ന കാൻഡിഡേറ്റ്സ് ഉണ്ട്. ഇറ്റ് ഡിപ്പെൻസ് upon ദ ലാംഗ്വേജ് കപ്പാസിറ്റി വി ഹാവ്. അപ്പോൾ നമുക്ക് ഒരുപോലെ ആയിരിക്കില്ല കപ്പാസിറ്റി. പക്ഷേ 2 or 3 months കൊണ്ട് ക്ലിയർ ആവുന്നവരും ഉണ്ട്. ഇറ്റ് വുഡ് ടേക്ക് ടൈം. സോ പക്ഷേ നമ്മൾ അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ട് ട്രെയിൻ ചെയ്താൽ മതി. സോ ആൻഡ് റീഡിങ് ആൻഡ് ലിസണിങ്ങിന് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ്, അല്ലേ? ഐ തിങ്ക് വി ഹാവ് ഗോട്ട് സം മെസ്സേജസ്. I think it's okay. We'll read the messages and continue. So Priya Ammu, good evening sir and ma'am. Good evening Priya. I think she has given us a comment, alle? In the Purnima and Asha and some other students have given us a good comments. Exam കഴിഞ്ഞ ഉടനെ they took some time to type us a question and give to us. അഞ്ചു ഒത്തിരി പേര് നമുക്കത് ഐ മീൻ ഫസ്റ്റ് തന്ന സ്റ്റുഡൻസിന് എല്ലാവർക്കും സോ താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ ഓരോ മെസ്സേജും നമ്മൾ റെഫർ ചെയ്തിട്ടുണ്ട് ടു മേക്ക് അപ്പ് അവർ കേസ് നോട്ട് ആൻഡ് ഓൾസോ ഫോർ ദ സ്പീക്കിംഗ് ടാസ്ക്. And Sri Lakshmi Sham, good evening sir. Good evening Sri Lakshmi and hi ma'am. Hi Sri Lakshmi. Jijo Charian, reading and listening എളുപ്പമായിരുന്നു. Okay, so happy to hear that. ഒത്തിരി സന്തോഷം. കാരണം കൂടുതൽ എപ്പോഴും എല്ലാവരും എന്താ പറയുക ഇറങ്ങി വന്നിട്ട് ഇച്ചിരിയെങ്കിലും ഡിസപ്പോയിൻറ്റഡ് ആവുന്ന സി പാർട്ടിൻ്റെ കാര്യം എന്താ അവസ്ഥ എന്ന് അറിയത്തില്ല. അങ്ങനെ ഒരു ഡബിൾ മൈൻഡ് ആണ് മിക്കവാറും സ്റ്റുഡൻസ്. ജിജോ നമ്മുടെ സ്റ്റുഡൻറ് ജിജോ ആണ് അല്ലേ? ഓക്കെ, ഐ തിങ്ക് ജിജോ എല്ലാ ദിവസവും റൈറ്റിങ്ങിൻ്റെ മാസ്റ്റർ ക്ലാസ്സസിലൊക്കെ എനിക്ക് കാണാൻ പറ്റിയൊരു കാൻഡിഡേറ്റ് ആയിരുന്നു ജിജോ. ഐ തിങ്ക് ഓൾസോ ജിജോ ഈ പറയുന്ന റീഡിംഗ് ലിസണിങ്ങിൻ്റെയും മാസ്റ്റർ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് ഷിൽട്ട ഐസക്, ഹായ് ഷിൽട്ട. ഹായ് ഷിൽട്ട. ലതീഷ്. Good evening Latish. Good evening Rajna Shafiq. Shamli, hi, good evening. Yes, so Tony Lins, good evening Tony. Yes,
Good evening, Tony. Well, Okay. സോ ഇതുപോലെ ഇപ്പം ഞാൻ പറഞ്ഞ ഇപ്പോൾ ഒരു വൺ മോർ തിങ് ആഡ് ചെയ്യാൻ തോന്നുന്നു, ക്രാഷ് കോഴ്സ്. ഇപ്പം പല കുട്ടികളും ചോദിക്കുന്നുണ്ട് ക്രാഷ് കോഴ്സ് എത്രത്തോളം എഫക്റ്റീവ് ആണ് എന്ന് പല കുട്ടികളും ചോദിക്കുന്നുണ്ട്. ഒരു കാര്യം ക്ലിയർ ആക്കാം. നമ്മളെല്ലാ എക്സാമിനേഷനും നമ്മൾ 20, 15, 10 days ക്രാഷ് കോഴ്സ് സ്റ്റുഡൻസിന് ഓൺലൈനായിട്ടും റെഗുലറായിട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദ ഓൺലി ഡിഫറൻസ് ലൈക്ക് നമ്പർ ഓഫ് ഡേയ്സ്. അതുപോലെ നമ്മൾ എല്ലാ മൊഡ്യൂൾസിൻ്റെയും 2 പ്രാക്ടീസ് സെറ്റ്സ് വെച്ചിട്ടായിരിക്കും ചെയ്യുക. അതിൽ റൈറ്റിംഗും സ്പീക്കിംഗും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇൻഡിവിജ്വലി കറക്ഷൻ ഉണ്ടാവും. അതോടൊപ്പം തന്നെ മാസ്റ്റർ ക്ലാസ്സസ് ഉണ്ടാവും. അതുപോലെ ഡോക്ടർ മേരി മാമിൻ്റെ സ്പെഷ്യൽ റീഡിംഗ് ലിസണിംഗ് സെഷൻസ് ക്രാഷ് കോഴ്സ് എക്സാം ബാച്ച് സ്റ്റുഡൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സെഷൻസും ഉണ്ട്. ഓക്കെ. ആൻഡ് വൺ മോർ തിങ്, ഇതിൽ നമ്മൾ ബിഗിനേഴ്സിന് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കോഴ്സല്ല ക്രാഷ് കോഴ്സ് എന്ന് പറയുന്നത്. ബിഗിനേഴ്സിന് ഓപ്റ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അവർ ബേസിക് ലെവൽ ഓറിയന്റേഷൻ ക്ലാസ്സസ് ഉൾപ്പെടെയുള്ള ഗ്രാമർ ക്ലാസ്സസ് ഉൾപ്പെടെയുള്ള ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ. ഇത് റിപ്പീറ്റേഴ്സ് എക്സാമിന് തൊട്ട് മുമ്പ് ഒരു ഫൈനൽ റൗണ്ട് പ്രിപ്പറേഷൻ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇന്റൻസീവ് ആയിട്ട് അതിനുവേണ്ടി മാത്രം ഇരിക്കണം നമ്മൾ ക്രാഷ് കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ. കാരണം I think, sorry for interrupting, but duty ചെയ്യുന്നവർക്ക് ഇതിനകത്തൊരു ലിമിറ്റേഷൻ വരും. ബിക്കോസ് എക്സാമിന് മുന്നേ വി ആർ എക്സ്പെക്ടിങ് യു ടു ഫുള്ളി പ്രിപ്പയർ ഫോർ ദിസ്. നിങ്ങൾ അതിനു വേണ്ടി ഇരിക്കുക, ഞങ്ങളും കൂടെ ഇരിക്കുകയാണ് നിങ്ങളുടെ. അപ്പോൾ നിങ്ങൾ അതിനു വേണ്ടി ഫുൾ ഡേ തന്നെ ഡെഡിക്കേറ്റ് ചെയ്ത് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സാമിന് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. കൃത്യമായൊരു ടൈം ടേബിൾ വെച്ച് പോകുന്ന രീതിയിലുള്ള 20 ദിവസത്തെ 15 ദിവസത്തെ 10 ദിവസത്തെ കോഴ്സസ് ആണ്. അതിനോടൊപ്പം തന്നെ നമുക്ക് ഫ്രീ ആയിട്ടുള്ള മോക്ക് ടെസ്റ്റ്, ഇപ്പോൾ പറഞ്ഞ പോലെ മോക്ക് ടെസ്റ്റും കൊടുക്കുന്നുണ്ട്. 3, 2, 1 മോക്ക് ടെസ്റ്റുകളാണ് നമ്മൾ ഈ കോഴ്സിന് റെസ്പെക്റ്റീവ് ആയിട്ട് കൊടുക്കുന്നത്. ആൻഡ് വൺ മോർ തിങ്, ഇതിൽ നമുക്ക് ഞാൻ പറഞ്ഞ ടൈം വളരെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ടൈം വേണം. കാരണം ക്ലാസ്സസ് തന്നെയായിട്ട് നമുക്കൊരു മോർ ദാൻ 4 hour നമ്മൾ ക്ലാസ്സസ് തന്നെ അറ്റൻഡ് ചെയ്യാനുണ്ട്. നമുക്ക് റീഡിംഗ് ക്ലാസ്, ലിസണിങ് ക്ലാസ്, റൈറ്റിംഗ് മാസ്റ്റർ ക്ലാസ്, സ്പീക്കിംഗ് മാസ്റ്റർ ക്ലാസ് ആൻഡ് ഇൻഡിവിജ്വൽ ക്ലാസ്സസ് എല്ലാം കൂടെ നമുക്ക് ഓൾ ടുഗദർ മോർ ദാൻ 4 hours നമ്മൾ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ തന്നെ ഡെയിലി നമ്മൾ സ്പെൻഡ് ചെയ്യാനുണ്ടാവണം. ഇറ്റ്സ് ഗുഡ് ഇഫ് യു ഹാവ് ദാറ്റ് ടൈം. അതോടൊപ്പം തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാനും നമുക്ക് ചെയ്യാനുള്ള സമയം കണ്ടെത്തണം. സോ ഇന്റൻസീവ് ആയിട്ട് നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുമെങ്കിൽ ക്രാഷ് കോഴ്സ് വുഡ് ബി ദ ബെസ്റ്റ് കോഴ്സ് ബിഫോർ യുവർ എക്സാമിനേഷൻ. Ashwati, hi. Rinia. Good evening. Good evening. Yes. Okay, so that is about the examന് മുന്നേ ഉള്ള പ്രിപ്പറേഷൻ. എനിക്ക് തോന്നുന്നു ഇന്ന് എക്സാം സ്റ്റുഡൻസ് എല്ലാവരും ഇത് വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ തന്നെ ഇനി അടുത്ത എക്സാമിന് വരുന്ന സ്റ്റുഡൻസും ഇത് കാണുന്നുണ്ട്. ജൂലൈ 9th ആൻഡ് ജൂലൈ 23rd ആണ് നമ്മുടെ അടുത്ത എക്സാം ഡേറ്റ്സ്. നമ്മൾ അതിൻ്റെ ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജൂലൈ 9th നമ്മൾ ഈ മൺഡേ 10 days ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് ഓൾസോ ഫോർ ജൂലൈ 23rd സ്റ്റുഡൻസ് നമ്മൾ ഈ മൺഡേ മുതൽ നിങ്ങൾക്ക് 20, 15, 10 days ക്രാഷ് കോഴ്സും ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ. സോ അപ്പം അവരോടാണ് നമ്മൾ ഈ റീഡിങ്ങിൻ്റെയും ലിസണിങ്ങിൻ്റെയും റൈറ്റിങ്ങിൻ്റെയും സ്പീക്കിങ്ങിൻ്റെയും ഒക്കെ കാര്യം പറയുന്നത്. ദോസ് ഹു ആർ അബൌട്ട് ടു അറ്റൻഡ്. കഴിഞ്ഞവർക്ക് ഐ തിങ്ക് യു ക്യാൻ പാസ് യുവർ കമൻസ് റിഗാർഡിങ് റീഡിങ് ആൻഡ് ലിസണിങ് അല്ലേ. പൊതുവേ നമ്മൾ കേട്ടതനുസരിച്ച് അങ്ങനെ ഒരു ടെൻഷൻ അടിക്കുന്ന അല്ലെ പിള്ളേർ വളരെ ടെൻസ്ഡ് ആയിട്ടോ കൺസേൺഡ് ആയിട്ടോ വന്ന് പറഞ്ഞിട്ടില്ല. അത്യാവശ്യം നല്ലതാണെന്ന് തന്നെയാണ് എല്ലാവരും പാസ് ചെയ്തേക്കുന്ന കമൻസ്. വേറെ എന്തെങ്കിലും കമൻസ് നിങ്ങൾക്ക് നോട്ട് ചെയ്യാനുണ്ടെങ്കിൽ യു ക്യാൻ ലെറ്റ് us know. ആൻഡ് ഐ തിങ്ക് റീഡിങ് ആൻഡ് ലിസണിങ് നമ്മൾ എത്ര ഡിസ്കസ് ചെയ്താലും ആഫ്റ്റർ ഓൾ I think OET is very strict about the fact that they are not ready to give any exam materials for reading and listening. Even writing and speaking. Unlike IELTS. Yes, unlike IELTS. So writing and speaking പോലും തരുന്നില്ല. പക്ഷെ നമ്മൾ സ്റ്റുഡൻസിന്റെ അടുത്ത് നിന്നൊക്കെ കളക്ട് ചെയ്തിട്ടാണ് നിങ്ങളോടൊക്കെ ചോദിച്ചിട്ടാണ് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. ബാക്ക് ടു ബാക്ക് അവരെ ഡിസ്റ്റർബ് ചെയ്ത് to be frank we should use the word disturbance. അവരോട് അത് ലൈവ് സെഷന് വേണ്ടി മാത്രമല്ല. കാരണം നിങ്ങൾ ഇനി അപ്കമിങ് എക്സാം ടേക്കേഴ്സിന് നമ്മൾ ഒരു ട്രഷറാണത് ശരിക്കും പറഞ്ഞാൽ അല്ലേ. കാരണം നിങ്ങൾക്ക് എക്സാം മെത്തേഡിലൂടെ എക്സാം മോഡ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എഫേർട്ട് എടുത്ത് ഈ കളക്ട് ചെയ്യുന്നത്. പക്ഷേ റീഡിംഗ് ലിസണിംഗ് മെറ്റീരിയൽസ് കളക്ട് ചെയ്യാൻ പറ്റില്ല. ബട്ട് വി ഡു മേക്ക് അവർ ഓൺ ലിസണിംഗ് ആൻഡ് റീഡിംഗ് മെറ്റീരിയൽസ് ബേസ്ഡ് ഓൺ ദ എക്സാം പാറ്റേൺ. ഓക്കെ, സോ shall I? Yeah, I think now we'll move to the writing part today and then come to the speaking set. So personally ഇന്നത്തെ ക്വസ്റ്റ്യൻ എനിക്ക് വളരെ ഹാപ്പി ആയിരുന്നു. ബിക്കോസ് എന്തായിരുന്നു വെച്ചാൽ ഫോർച്ചുനേറ്റ്ലി എന്ന് പറയാം, ഇന്നലെ ഐ തിങ്ക് മാസ്റ്റർ ക്ലാസ് റൈറ്റിങ്ങിൻ്റെ മാസ്റ്റർ ക്ലാസ് എക്സാമിന് തൊട്ട് മുമ്പുള്ള ഒരു ഫൈനൽ റൗണ്ട് കുട്ടികളായിട്ടുള്ള ഒരു ഡിസ്കഷൻ അവരേറ്റവും കൂടുതൽ ചോദിച്ചത് നോൺ കേസ് ലെറ്റേഴ്സിനെ കുറിച്ചുള്ള ഡൗട്ട്സ് ആയിരുന്നു. സോ അത് എനിക്ക് വളരെയധികം ഹാപ്പിയാണ്. കാരണം ഇന്ന് വന്നിരിക്കുന്നത് ഒരു നോൺ കേസ് ലെറ്റർ ആയിരുന്നു. ആൻഡ് ഐ എം സൂപ്പർ എക്സൈറ്റഡ് ഫോർ ദാറ്റ്. എനിക്ക് തോന്നുന്നു എല്ലാ കുട്ടികൾക്കും നന്നായിട്ട് എഴുതാൻ പറ്റി എന്ന് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നു. ആൻഡ് ഐ ഹാവ് എ മെസ്സേജ് ഫ്രം അനു ഡേവിഡ്. Hi Anu. Yes. And Maria Ria. Hi Maria. Yes. Okay. Well, അപ്പോൾ നമുക്ക് ലെറ്ററിലേക്ക് പോകാം.
ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞു എക്സാം പാറ്റേൺ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി. ആൻഡ് ഹിയർ ഇറ്റ് ഈസ്. കാരണം എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ ഒരു 3-4 മാസത്തിനുള്ളിൽ ഈ ഒരു സിമിലർ സ്ട്രക്ചറിങ് ലേ ഔട്ട് ഫോളോ ചെയ്യുന്ന ഒരു വേറെ ലെറ്ററാണിത്. സിമിലർ സ്ട്രക്ചറാണ് ഇതിനുള്ളത്. കാരണം ഈ പറയുന്ന പോലെ നമ്മൾ ഇതുപോലെ ഒരുപാട് കേസ് നോട്ട്സ് കണ്ടിട്ടുണ്ട്. പേഷ്യൻ്റ് റിട്ടയർമെൻറ്റ് ഹോമിലോ കമ്മ്യൂണിറ്റി ഹെൽത്ത്, ഇത് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിലായിരുന്നു അല്ലേ? റെസിഡൻറ്റ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ അല്ലേ? ഓക്കെ, റെസിഡൻറ്റ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിലെ ഒരു റെസിഡൻ്റ് ആയിരുന്നു നമ്മുടെ പേഷ്യൻ്റ്. ആൻഡ് അവിടെ നിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് ഹോസ്പിറ്റലിൽ പോകുന്നു. കൺസർവേറ്റീവ് മാനേജ്മെൻറ്റ് കഴിഞ്ഞ് തിരിച്ച് അങ്ങോട്ട് തന്നെ വരുമ്പോൾ അവിടുത്തെ മാനേജറിനും റീസെൻ്റ്ലി അവിടുത്തെ മാനേജറിന് എഴുതുന്ന ലെറ്റർ ഉണ്ടായിരുന്നു, നേഴ്സിന് എഴുതുന്ന ലെറ്റർ ഉണ്ടായിരുന്നു. അങ്ങനെ ഹീസ് ആക്ച്വലി ഗെറ്റിംഗ് റിട്ടേൺ ബാക്ക് ടു ദ റെസിഡൻറ്റ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ. അപ്പോൾ അവിടുത്തെ നേഴ്സിന് എഴുതുന്ന ലെറ്റർ ആയിരുന്നു. ഇത് നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ള ലെറ്ററാണ്. ഈവൻ നിങ്ങളുടെ ഒഫീഷ്യൽ സൈറ്റിൽ നമ്മൾ രാമമൂർത്തി, ഞാനിത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, രാമമൂർത്തിയുടെ ഒരു കൈൻഡ് ഓഫ് ഒരു ലെറ്ററാണിത്. ഐ മീൻ ദ സ്ട്രക്ചർ ഇത് ഒരുപാട് കുട്ടികൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലും ഈ ഒരു സിമിലർ കൈൻഡ് ഓഫ് കേസ് നോട്ട്സ് ഒരുപാട് കുട്ടികളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. സോ ഐ ആം പ്രിറ്റി കോൺഫിഡൻറ്റ് വിത്ത് മൈ സ്റ്റുഡൻസ് വിത്ത് ദിസ് കേസ് നോട്ട് കേട്ടോ. സോ ആൻഡ് ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. എല്ലാവർക്കും നല്ല റിസൾട്ട്സ് വരട്ടെ എന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ഓവർ ടു ദ കേസ് നോട്ട്. ബിഫോർ ദാറ്റ്, ഹായ് ദിവ്യ, ഗുഡ് ഈവനിങ്. നമുക്ക് വി ഹാവ് എൻ ആക്റ്റീവ് യൂട്യൂബ് ചാനൽ ടു. അവിടെയും നമുക്ക് കുറേ സ്റ്റുഡൻസ് ലൈവ് കാണുന്നുണ്ട്. സോ ഹായ് ദിവ്യ. ഓക്കെ, എന്താണെങ്കിലും നമ്മുടെ കേസ് നോട്ടിലേക്ക് പോവാം. സോ റൈറ്റിംഗ്, ഇന്ന് എക്സാം അറ്റൻഡ് ചെയ്ത കുട്ടികൾ ലൈവ് കാണുന്നുണ്ടെങ്കിൽ യു ക്യാൻ മാർക്ക് യുവർ കമൻറ്റ്. ഹൗ വാസ് യുവർ റൈറ്റിംഗ് ടാസ്ക് ടുഡേ? എങ്ങനെയുണ്ടായിരുന്നു റൈറ്റിംഗ്? എളുപ്പമായിരുന്നു? വാസ് ഇറ്റ് ഈസി ഓർ വാസ് ദെയർ എനി പ്രോബ്ലം? എന്തെങ്കിലും കൺഫ്യൂഷൻ എലമെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ പറയാം. കാരണം ഇപ്പോൾ നമ്മൾ കുട്ടികളോട് കേസ് നോട്ട് നമ്മൾ ക്ലാസ്സിലുണ്ടെങ്കിലും ഓൺലൈൻ സ്റ്റുഡൻസിനാണെങ്കിലും ഡിസ്കസ് ചെയ്യുമ്പോൾ പറയുന്നൊരു കാര്യം, നമ്മളൊരു കേസ് നോട്ട് കാണുമ്പോൾ ഇതൊരു ക്വസ്റ്റ്യൻ ആണല്ലേ, ദർ ആക്ച്വലി ഡിസൈനിങ് ക്വസ്റ്റ്യൻ. അത് റീഡിംഗ് ആയിക്കോട്ടെ, ലിസണിങ് ആയിക്കോട്ടെ, ഏത് മൊഡ്യൂളും ആയിക്കോട്ടെ, ഒരു ക്വസ്റ്റ്യൻ ഒരു എക്സാമിനർ ഡിസൈൻ ചെയ്യുമ്പോൾ ദർ വിൽ ബി സം കൺഫ്യൂഷൻ എലമെൻറ്റ്സ്. എനിക്കൊന്ന് കഴിഞ്ഞ ലൈവ് സെഷനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് ഈ കൺഫ്യൂഷൻ എലമെൻറ്റ്സ് ആയിരുന്നു. ഒത്തിരി കമൻസ് വന്നതും ഒത്തിരി ക്വയറീസ് നമുക്ക് ത്രൂ വാട്സ്ആപ്പ് ആയാലും ഫേസ്ബുക്ക് ആയാലും ഒക്കെ യൂട്യൂബിലാണെങ്കിലും ഒരുപാട് ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു കഴിഞ്ഞ തവണ. ഐ തിങ്ക് ഐ ഹാവ് മെയ്ഡ് ഓൾ ദോസ് ഡൗട്ട്സ് ക്ലിയർ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഓർ ഫോർച്ചുനേറ്റ്ലി ഈ കേസ് നോട്ട്സിൽ അധികം ഡൗട്ട്ഫുൾ ആയ എന്തെങ്കിലും എലമെന്റ്സ് മാമിന് ഫീൽ ചെയ്തോ? നോട്ട് റിയലി. നമ്മൾ വായിച്ചപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് നിങ്ങൾ പറഞ്ഞ ഇൻഫർമേഷൻ വെച്ചിട്ട് ഇറ്റ് വാസ് ക്വൈറ്റ് സ്ട്രെയിറ്റ്. ഇറ്റ് സീംസ് വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ക്ലീഷേ കൈൻഡ് ഓഫ് ഒരു കേസ് നോട്ട് തന്നെയായിരുന്നു. ഈ നോൺ കേസ് വരുമ്പോൾ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു മേജർ പ്രശ്നം എന്ന് പറയുന്നത് വേർഡ് കൗണ്ട് മീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതും എനിക്ക് തോന്നിയില്ല, ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയില്ല വേർഡ് കൗണ്ടിൻ്റെ ഒരു ലാക്ക് ഉണ്ടെന്ന് തോന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കമൻസ് മാർക്ക് ചെയ്യാം. ഹൗ ഡു യു ഫെൽറ്റ് എനി കൺഫ്യൂഷൻ എലമെൻറ്റ്സ് അപ്പാർട്ട് ഫ്രം? എനിക്ക് തോന്നിയില്ല ഇതിൽ കൺഫ്യൂഷൻ ആയിട്ടൊന്നും പ്രത്യേകിച്ച് എടുത്ത് പറയാൻ തോന്നിയില്ല. ആൻഡ് ഇൻ എക്സാമിനേഷൻ എഴുതിയ കുട്ടികൾക്ക് യു ക്യാൻ മെൻഷൻ യുവർ കമൻറ്റ്. വാസ് ദെയർ എനി കൺഫ്യൂസിംഗ് പാർട്ട്? ലെറ്റ്സ് have a discussion on that. Jijo has made his first comment. Before that, like നിങ്ങളെ ഫസ്റ്റ് നെയിം ഓർക്കുന്നുണ്ടെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്യുക. നമുക്ക് കുറേ ഫസ്റ്റ് നെയിംസ് ആണ് ആക്ച്വലി കിട്ടിയിരിക്കുന്നത്. ഒരു എന്താ പറയുക, ഒരു എല്ലാവരും കൂടെ ഒരു പോയിന്റിൽ എത്തിയിട്ടില്ല. ഫസ്റ്റ് നെയിം പലതാണ്. സോ നിങ്ങൾ നമ്മുടെ പേഷ്യന്റിന്റെ ഫസ്റ്റ് നെയിം ഉണ്ടെങ്കിൽ പ്ലീസ് കമന്റ്. ഓക്കെ, യെസ്. സം ഡൊറോത്തി എന്ന് പറയുന്നുണ്ട്. ഡൊറോത്തിയുടെ സെക്കൻഡ് നെയിം നമുക്ക് കിട്ടിയിട്ടില്ല. കേസർ അങ്ങനെ എന്തോ ഒരു നെയിം പറയുന്നുണ്ട്. എന്തായാലും നെയിം ഓർമ്മയുള്ളവർക്ക് കമന്റ് ചെയ്യാം കേട്ടോ. സോ ജിജോ ചെറിയാൻ റൈറ്റിംഗ് വളരെ ഈസി ആയി എഴുതാൻ പറ്റി. ഗ്രാമർ ക്ലാസ്സുകൾ വളരെ ഹെൽപ്പ് ചെയ്തിരുന്നു. താങ്ക് യു സോ മച്ച് ജിജോ. നെർവസ് ആയി പോയിരുന്നു. ഓക്കെ, ഓൾറൈറ്റ്, ഫൈൻ. സോ നെർവസ്, ദാറ്റ്സ് എ പാർട്ട് ഓഫ് ലൈക്ക് നമുക്കൊരു ഫേസ് ടു ഫേസ് ആളെ കാണുമ്പോൾ ഉള്ളൊരു പാർട്ടാണ്. ആക്ച്വലി സ്പീക്കിംഗ് ആണ് ഏറ്റവും എളുപ്പം. ഏറ്റവും സ്കോർ കുട്ടികൾക്ക് ഒരു 100% സ്റ്റുഡൻസ് എഴുതുമെങ്കിൽ അതിനകത്തൊരു 70%നും സ്പീക്കിങ്ങിനായിരിക്കും നല്ല മാർക്ക് കിട്ടുക. പക്ഷേ നമ്മൾ ഏറ്റവും പേടിക്കുന്ന ഒരു മൊഡ്യൂൾ അതാണ്. സിംപ്ലസ്റ്റ് മൊഡ്യൂളാണ്, പക്ഷേ ഏറ്റവും പേടിക്കുന്ന ഒരു മൊഡ്യൂളാണ്. കാരണം നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് കുറച്ച് മാറി നിൽക്കുന്നൊരു മൊഡ്യൂളാണ് അല്ലേ, ഏരിയ ആണ്. പക്ഷേ ജിജോ, സിൻസ് യു ഹാവ് മെയ്ഡ് ദറ്റ് കമന്റ്, കാർഡ് എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മൾ ചെയ്ത പോലത്തെ കാർഡാണോ വന്നത്? കെൻ യു കമന്റ്? Of course, ഞാനിന്ന് 3 areas ആയിരുന്നു ഫോക്കസ് ചെയ്തിരുന്നത്. ബിഫോർ ദാറ്റ് can I put my question clear to ജിജോ സ്പീക്കിങ്ങിന് കിട്ടിയ കാർഡ് നമ്മൾ ചെയ്യുന്നത് പോലത്തെ ആയിരുന്നോ എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ദറ്റ് വുഡ് ബി ഈസി ഫോർ ഓൾ അവർ സ്റ്റുഡൻസ് ടു നോ. ഓക്കെ, ആൻഡ് കമ്മിങ് ടു ദ സ്പെക്കുലേഷൻ പാർട്ട്, ഞാനിന്ന് ലാസ്റ്റായി 3 ഏരിയയിലായിരുന്നു ഫോക്കസ് ചെയ്തിരുന്നത്. ദറ്റ് റീഅഷുറൻസ് എന്നുള്ള ഏരിയ, എംഫസൈസ് എന്നുള്ള ഏരിയ, വോൺ എന്നുള്ള കീവേഡ്, പ്ലസ് ജസ്റ്റ് എക്സാമിൻഡ് എന്നുള്ളത് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. ഇതെല്ലാം കൃത്യമായി നമ്മുടെ എക്സാമിനേഷന്
എണ്ണി പറയാൻ പാകത്തിന് നമ്മുടെ കാർഡിൽ കിടപ്പുണ്ടായിരുന്നു. സോ ഇറ്റ് വാസ്, ഐ തിങ്ക് ഐ ഷുഡിൻ മെൻഷൻ ഇറ്റ് ഇൻ മോർ. ഇറ്റ് വാസ് റൈറ്റ് ഇൻ ഇറ്റ്സ് വേ. ഓക്കെ, സോ സ്റ്റുഡൻസ് നമ്മുടെ പേര് തന്നിരിക്കുകയാണ് ഡൊറോത്തി ലോങ്ക്രോഫ്റ്റ്. ഡൊറോത്തി തന്നെയാണല്ലേ? അപ്പോൾ ഡൊറോത്തി ലോങ്ക്രോഫ്റ്റ് നമുക്ക് ഫിക്സ് ചെയ്യാം ഫോർ ദ ടൈം ബീയിങ്. ഓക്കെ, ആൻഡ് ഐ ഷുഡ് സേ ദാറ്റ് ദേ ആർ റണ്ണിങ് ഔട്ട് ഓഫ് നെയിം. ദിസ് ഡൊറോത്തി തന്നെ ഇതിപ്പോൾ കുറേ ആയല്ലേ? അതെ അതെ. ഇംഗ്ലീഷ് നെയിംസ് അത്ര വളരെ കുറവാണോ? ഓക്കെ, സോ ഓക്കെ ചിച്ചു, ഡൊറോത്തി ലോങ്ക്രോഫ്റ്റ്. ഓക്കെ, ഫൈൻ, ക്യാരി ഓൺ. സോ ഞാൻ ഈ കേസിനോടൊന്ന് ബ്രീഫ് ചെയ്യാം. ഇവിടെ പേഷ്യൻ്റ്, ഞാൻ ഓൾറെഡി പറഞ്ഞു, പേഷ്യൻ്റ് ഓൾറെഡി പണ്ടൊരു റെസിഡൻറ്റ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിലെ ആളായിരുന്നു. പക്ഷേ റീസെൻ്റ്ലി കഴിഞ്ഞ ഒരു ആഴ്ചയായിട്ട് he അല്ലേ പേഷ്യൻ്റ്, മിസ് ഷീ ഹാസ് ബീൻ റെസിഡൻറ്റ് ഇൻ എ ന്യൂ റെസിഡൻറ്റ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ. കറണ്ട് ഹെൽത്ത് സെൻ്റർ ഇപ്പോൾ റീസെൻ്റ്ലി ജസ്റ്റ് 1 വീക്ക് മുമ്പാണ് മാറിയിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ഈ പേഷ്യൻ്റ് അതായത് again I don't think that there is a point in saying that today's date. I know more about this here. No point. Okay, anyway, today's date നിന്നും കൊടുത്തിരിക്കുന്നത് പുതിയ കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ ടുഡേസ് ഡേറ്റ് ഈ വർഷം ത്രൂ ഔട്ട് OET മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന 8th of January 2022 തന്നെയാണ് ഇന്നും വന്നിരിക്കുന്നത്. ആൻഡ് യെസ്റ്റർഡേ, അതായത് 7th of January ആണ് പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അല്ലേ? Sir, before you start, like I remind you something, like ലാസ്റ്റ് ടൈം സാർ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കാനകത്ത് ജെൻഡർ വേരിയേഷൻ വരുന്നുണ്ട്. ഐ തിങ്ക് ദാറ്റ്സ് എ മേജർ മിസ്റ്റേക്ക് ദറ്റ് യു ലൂസ് മാർക്സ് ഇൻ എക്സാമിനേഷൻ അല്ലേ? നമ്മൾ ലൈവിൽ ഇങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്ക് വന്നതാണ്. ഐ തിങ്ക് സംബഡി ഹസ് മെയ്ഡ് എ കമൻറ്റ് ഓൺ ദാറ്റ് ലാസ്റ്റ് ടൈം. Okay, so good evening Anu and Anu. So make sure that you don't make that mistake this time. I will try to, but it's out of spontaneous overflow. So when I saw the date thinking about you sir, okay, thank you so much Anu for that. ഡേറ്റ് കണ്ടപ്പോഴത്തേക്ക് സാറിനെയാണ് ഓർമ്മ വന്നതെന്നാണ് പറയുന്നത്. ഇറ്റ്സ് നാച്ചുറൽ, ലൈക്ക് സാറ് എപ്പോഴും നമ്മളത് പറയുന്നൊരു കാര്യമാണ് അല്ലേ? യെസ്, റിയ, യെസ്, ദാറ്റ് സ്പെല്ലിംഗ് ഈസ് കറക്റ്റ്. എന്താണ് അപ്പോൾ റിയയുടെ സ്പെല്ലിംഗ് നോക്കാം. റിയയുടെ സ്പെല്ലിംഗ് റിനി ആണോ? റിനി. ഓക്കെ, റിനി. ഡൊറോത്തി ലോങ്ക്രോഫ്റ്റ് ആണ്, ക്രാഫ്റ്റ് അല്ല, ക്രോഫ്റ്റ് ആണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. യെസ്, എല്ലാം നല്ല ആക്റ്റീവായിട്ടൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടല്ലേ? അതെ അതെ. യെസ്, ഹാപ്പി ടു സീ ദാറ്റ്. എനിവേസ്, അപ്പോൾ ഈ പേഷ്യൻ്റ് നമ്മൾ ടുഡേസ് ഡേറ്റ് ആയ 8th of January തലേ ദിവസം യെസ്റ്റർഡേ, അതായത് 7th of January പേഷ്യൻ്റ് എന്ത് ചെയ്യുന്നു? ഷീ ഫെൽ ഡൗൺ ഓൺ ബെഡ് അല്ലേ? അങ്ങനെ സിൻകോപ്പെ വരുന്നു. ആൻഡ് ഷീ വാസ് urgently admitted to the emergency department. ഒരു എമർജൻസി സിറ്റുവേഷൻ ആയിട്ട് പേഷ്യൻ്റ് സിൻകോപ്പെ മൂലം അഡ്മിറ്റ് ആവുന്നു. ആൻഡ് ഡയഗ്നോസ് ചെയ്തിരിക്കുന്നത് എന്താണ്? സിൻകോപ്പെ ഡ്യൂ ടു ഹൈപ്പോടെൻഷൻ ആണ് ഇവിടെ ഡയഗ്നോസ് ചെയ്തിരിക്കുന്നത് അല്ലേ? ആൻഡ് വിച്ച് ഈസ് സസ്പെക്റ്റഡ് ഔട്ട് ഓഫ് സ്ട്രെസ് റിലേറ്റഡ് ആണോ എന്ന് സസ്പെക്ട് ചെയ്യുന്നു. ആൻഡ് കൺസർവേറ്റീവ് മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു. ആൻഡ് പേഷ്യൻറ്റിന് എന്ത് ചെയ്യുന്നു? അതിനുശേഷം ടുഡേ 8th of January ഒരു ദിവസത്തെ ഹോസ്പിറ്റൽ ഹിസ്റ്ററി പറയുന്നുള്ളൂ, പക്ഷേ ആവശ്യത്തിന് കണ്ടന്റ് പറയുന്നുണ്ട്. വിൽ ഗോ ത്രൂ ദാറ്റ് ഇൻ ഡീറ്റെയിൽ when this is a peripheral discussion. So after 1 day management in the hospital, in the emergency department, she is getting discharged back to the same rest in community health center. അപ്പോൾ അവിടുത്തെ സീനിയർ നേഴ്സിന് പേഷ്യൻറ്റിൻ്റെ ഫ്യൂച്ചർ കെയർ, ഓൺഗോയിങ് കെയർ, മാനേജ്മെൻറ്റിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അഷ്വർ ചെയ്തുകൊണ്ട് എഴുതുന്ന ഒരു കേസ് നോട്ടായിരുന്നു. സോ ഞാൻ എപ്പോഴും കുട്ടികളോട് പറയുന്ന ഒരു കാര്യമാണ്, ഗീവ് ഇമ്പോർട്ടൻസ്. നിങ്ങൾ പേർപ്പസ് മനസ്സിലാക്കുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ദ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കുന്നത് അല്ലേ? ബിക്കോസ് നിങ്ങളുടെ ഫസ്റ്റ് ക്രൈറ്റീരിയ ബേസ്ഡ് ഇവാലുവേഷൻ നിങ്ങൾക്ക് എപ്പോഴും വേണം. യു ഷുഡ് ഓൾവേസ് ഹാവ് എൻ ഐ ഓൺ ദ ക്രൈറ്റീരിയ ബേസ്ഡ് ഇവാലുവേഷൻ. ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്ന പേർപ്പസ് അല്ലേ? ഈ പേർപ്പസ് അവർ പറയുന്നത് ഇറ്റ് ഷുഡ് ബി ഇമ്മീഡിയറ്റ്ലി അപ്പാരൻറ്റ് ആൻഡ് സഫിഷ്യൻ്റ്ലി എക്സ്പാൻഡഡ് എന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ, നിങ്ങൾ എഴുതുന്ന ഇൻട്രൊഡക്ഷനിൽ കൃത്യമായിട്ട് ഒരു ഓവറോൾ എന്തിനു വേണ്ടിയിട്ട് എഴുതുന്നു എന്നുള്ളതിനെ പറ്റി ഒരു ഓവറോൾ പിക്ചർ കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റണം. സോ ദാറ്റ് ഈസ് യു ഹാവ് മെയ്ഡ് ഇറ്റ് ഇമ്മീഡിയറ്റ്ലി അപ്പാരൻറ്റ്. അതിനുശേഷം എന്ത് ചെയ്യണം? യു ഹാവ് ടു സഫിഷ്യൻ്റ്ലി എക്സ്പാൻഡ് യുവർ കേസ്. ഈ പേഷ്യൻറ്റിൻ്റെ എന്താണ് പേർപ്പസ്, അത് സഫിഷ്യൻ്റ്ലി എക്സ്പാൻഡ് ചെയ്യണം. അത് എന്താണ് സഫിഷ്യൻ്റ്ലി എക്സ്പാൻഡ് ചെയ്യുക വെച്ചാൽ ഫസ്റ്റ് ബോഡിയിൽ നമ്മൾ കൃത്യമായിട്ടും ഏത് ലെറ്റർ ആർക്ക് എഴുതിയാലും എന്താണ് പേഷ്യൻ്റ് ഫേസ് ചെയ്ത പ്രോബ്ലം എന്ന് കൃത്യമായിട്ട് പിച്ച് ചെയ്യുക. അതിനുശേഷം വരുന്ന പാരഗ്രാഫുകളിൽ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഇൻഫർമേഷൻ കൊടുക്കാനുണ്ടെങ്കിൽ പറയുക, വിച്ച് ആക്ട്സ് ആസ് എ സെക്കൻഡറി ഇൻഫർമേഷൻ. അതിനുശേഷം എന്തൊക്കെയാണ് അവർ കൃത്യമായിട്ട് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഒന്നും കൂടെ റീഇൻസ്റ്റേറ്റ് ചെയ്ത് നമ്മൾ വ്യക്തമാക്കി ഡീറ്റെയിലും ചെയ്ത് പറയുക. ദിസ് ഈസ് എ പേർപ്പസ്. അപ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ദിസ് ഈസ് വൺ അമംഗ് ദ ക്രൈറ്റീരിയ. ആൻഡ്
ഐ തിങ്ക് ഈ ലെറ്ററിൽ ഇപ്പോൾ ബേസിക് ആയിട്ട് കുട്ടികൾക്ക് ഡൗട്ട്സ് വരുന്ന ഏരിയ എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് ദ ബേസിക് ടാസ്ക്, റിസീവർ, ടൈപ്പ് ഓഫ് ലെറ്റർ, നോൺ കേസ് ഓർ അൺനോൺ കേസ്, അതുപോലെ തന്നെ ദ പേർപ്പസ് അല്ലേ. അതെ. യെസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ദ റിസീവർ ഓഫ് ദ ലെറ്റർ വാസ് എ സീനിയർ നഴ്സ് ആൻഡ് ഇറ്റ് വാസ് എ ഡിസ്ചാർജ് ലെറ്റർ ആൻഡ് ഇറ്റ് ഈസ് എ നോൺ കേസ് ആൻഡ് ദ പേർപ്പസ് ഓഫ് ദ ലെറ്റർ വാസ് ഫോർ കണ്ടിന്യൂഡ് കെയർ. ഇത് മനസ്സിലാക്കുന്നതിൽ ഒരു കുട്ടികൾക്കും ഡൗട്ട് ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് ദെൻ ദ നെക്സ്റ്റ്, ഇനി കുട്ടികൾക്ക് ഡൗട്ട് വരാവുന്ന തലം എന്ന് പറയുന്നത് സെലക്ഷൻ ഓഫ് ഡേറ്റയാണ്. സോ ഒബ്വിയസ്ലി ഈ നോൺ കേസ് ആയതുകൊണ്ടും ഇവിടെ നമുക്ക് ഈ പറയുന്ന സോഷ്യൽ മെഡിക്കൽ ഹിസ്റ്ററിയൊക്കെ ടോട്ടലി നമുക്ക് അവോയ്ഡ് ചെയ്യാം. ബട്ട് സ്റ്റിൽ നിങ്ങളൊരു കീപ്പ് ആൻ ഐ ഓൺ ദാറ്റ്. എന്തെങ്കിലും റെലവൻ്റ് ആയിട്ട് നമുക്ക് കണക്ട് ചെയ്ത് എഴുതാൻ പറ്റുന്ന എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ നമുക്കത് എഴുതാവുന്നതാണ്. ഇവിടെ ഹൈപ്പോടെൻഷനാണ്. അപ്പോൾ ഹൈപ്പോടെൻഷനായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പേഷ്യൻറ്റിന് ഒരു ലൈഫ് ലോങ് ഹിസ്റ്ററി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് ആസ്യുവർ അവെയർ ഇങ്ങനെയുള്ള പേഷ്യൻ്റ് ആയിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് കണക്ട് ചെയ്ത് എഴുതാൻ പറ്റും. അപ്പോൾ അങ്ങനെ നോക്കണം. ഇതൊക്കെ ട്രാപ്പാണ് അല്ലേ. അപ്പോൾ അങ്ങനെ മെഡിക്കൽ ചില കുട്ടികൾ സാർ നോൺ കേസ് ആയതുകൊണ്ട് ഞാൻ സോഷ്യൽ ഹിസ്റ്ററി മെഡിക്കൽ ഹിസ്റ്ററി നോക്കിയേ ഇല്ല എന്ന് പറയാറുണ്ട്. അത് ബ്ലണ്ടറാണ്. അങ്ങനെ ചെയ്യരുത്. അതൊരു നമ്മുടെ മാർക്ക് കളയുന്നതിന് തുല്യമാണ്. ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിടുക അല്ലേ. ഓടിച്ചു വിട്ട് നോക്കുക. അപ്പോൾ ഇവിടെ ഹൈപ്പോടെൻഷനാണ് ഡയഗ്നോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ലൈഫ് ലോങ് കണ്ടീഷൻ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഹൈപ്പർ ടെൻഷനുള്ള ആളാണ്, BP പ്രശ്നമുള്ള ആളാണ്, ഓൾറെഡി അതിന് പേഷ്യൻറ്റ് എന്തെങ്കിലും റെഗുലർ മെഡിക്കേഷൻസ് കഴിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് കണക്ട് ചെയ്ത് എഴുതാൻ സാധിക്കും അല്ലേ. നിങ്ങൾക്ക് അറിയാമല്ലോ ഈ പേഷ്യൻറ്റിന് ഇങ്ങനെ ഓൾറെഡി ഹൈപ്പർ ടെൻഷനുള്ള ആളാണ്, ഇങ്ങനെ മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് എഴുതാം. പക്ഷേ ഇവിടെ എനിക്ക് തോന്നുന്നു അതിന് അങ്ങനെയൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഹൈപ്പർ ടെൻഷൻ ഓൾറെഡി ഉണ്ടായിരുന്ന പേഷ്യൻ്റ് ആയിരുന്നില്ല എന്ന് തോന്നുന്നു അല്ലേ. സോ പേഷ്യൻ്റ് ഉണ്ടായിരുന്നോ, ഹൈപ്പർ ടെൻഷനും കാര്യങ്ങളുണ്ടായിരുന്നോ? ഉണ്ടെങ്കിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. സർ ഐ തിങ്ക് ഈ നോൺ കേസ് അവോയ്ഡ് മെഡിക്കൽ ഹിസ്റ്ററി ഹിസ്റ്ററി എന്നുള്ളൊരു സംഭവം നമ്മളുടെ മനസ്സിലിങ്ങനെ പലതും ഇങ്ങനെ ഫീഡ് ചെയ്തിട്ടിരിക്കുന്നതിന്റെ പ്രശ്നമാണ് അല്ലെ. നമ്മളെപ്പോഴും അങ്ങനെ ഒരിക്കലും നമ്മൾ ഫീഡ് ചെയ്ത്, അതാണ് നമ്മൾ ട്രാപ്പ് ചെയ്യുന്നതിന്റെ പല കാരണം. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറയുന്നത് മാത്രം. പല കേസ് നോട്ട്സിനും കുട്ടികൾക്ക് പറ്റുന്നത് സോഷ്യൽ വർക്കർ ആയിരുന്നല്ലോ, അതുകൊണ്ട് ഫസ്റ്റ് ബോഡിയിൽ സോഷ്യൽ ഹിസ്റ്ററി എഴുതി വിതൗട്ട് തിങ്കിങ് എനിത്തിങ് എൽസ്. ഇതിൽ എമർജൻസി ലെറ്റർ ആയിരുന്നല്ലോ, അതുകൊണ്ട് ഫസ്റ്റ് ബോഡിയിൽ ടുഡേ എഴുതി. ലൈക്ക് ദാറ്റ് ക്യാൻ ബി പ്രോബബിലിറ്റി, മേജർ പ്രോബബിലിറ്റി, ബട്ട് നോട്ട് ഓൾവേസ്. നമ്മളെപ്പോഴും ഇവരുടെ ഡിമാൻഡ്, അവർ ആഗ്രഹിക്കുന്നത് ഒരു നാച്ചുറൽ റൈറ്ററെയാണ്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങളൊരു എന്താ പറയുക, ഒരു പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു മെത്തേഡിലൂടെ അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ ഒരു പ്രോബബിലിറ്റീനെ നമ്മൾ ഒരിക്കലും അഷ്യൂരിറ്റി ആക്കരുത്. നമ്മൾ അങ്ങനെ ഒരു പ്രോബിലിറ്റി ഇരുന്നോട്ടെ, ബെറ്റർ. പക്ഷെ നമ്മൾ എപ്പോഴും ഒരു കേസ് നോട്ടിനെ അസസ് ചെയ്യുമ്പോൾ നാച്ചുറലായിട്ട് ഓരോ കേസ് നോട്ട്സും പുതിയ പുതിയ കോണ്ടെക്സ്റ്റ് ആണ്, പുതിയ സാഹചര്യമാണ്, പുതിയ പേർപ്പസ് ആണ്. അത് അങ്ങനെ തന്നെ നോക്കിക്കാണുക. തീർച്ചയായിട്ടും. ഇപ്പം ഈ കേസ് നോട്ടെന്ന് പറഞ്ഞാലും ഈ പറയുന്നത് എന്താണ്, ബേസിക് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിലോ അല്ലെങ്കിൽ ഈ ടൈപ്പ് ഓഫ് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതോ റിസീവറോ ഒന്നും കുട്ടികൾക്ക് പുതുതായിരുന്നില്ല അല്ലേ. അപ്പം നമ്മളൊരു ഓവർ കോൺഫിഡൻസ് കാണിക്കാതെ നമ്മളൊന്ന് തറവായിട്ട് തന്നെ 2-3 തവണയും കേസ് നോട്ട്സ് വായിച്ച് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ നമ്മൾ എന്ത് കൺക്ലൂഷനും എന്ത് തീരുമാനവും എടുക്കാവുള്ളൂ. Okay, so actually one of our students have written that there was some confusing part. Brief about medical history. Write in brief about medical history. It was not mentioned past medical history. All past was given as medical history. Okay, so what was the confusing part? I didn't get the question actually. In the task, write in brief about medical history. It was not mentioned past medical history. All given like whatever it be. അത് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യനിൽ അവർ പറയും ബ്രീഫ് ചെയ്യുക, മെഡിക്കൽ ഹിസ്റ്ററി ബ്രീഫ് ചെയ്യുക. മെഡിക്കൽ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഈ പറയുന്ന റീസെൻ്റ്ലി സംഭവിച്ചിരിക്കുന്ന കാര്യമാണ്. പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഓൾറെഡി ഉള്ള കണ്ടീഷൻസ് ആണ്. സോ ഐ തിങ്ക് അതൊരു കൺഫ്യൂഷൻ എലമെന്റ് ആയിരുന്നു എനിക്ക്. ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി എഴുതണം എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ കൊടുത്തു എന്ന് വിചാരിക്കുക. ബട്ട് സ്റ്റിൽ ഡു യു തിങ്ക് ദാറ്റ് നമുക്ക് എഴുതേണ്ട ആവശ്യമുണ്ടോ? മെഡിക്കൽ ഹിസ്റ്ററി എന്ന് പറയുന്നത് ലാസ്റ്റ് ഡേ സംഭവിച്ച കാര്യങ്ങളും ആയിരിക്കാം അല്ലെ. അതായത് അവർക്ക് അറിയാത്ത കാര്യങ്ങൾ. മെഡിക്കൽ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് അല്ലെങ്കിൽ ഒരു ടേം ആണ് അല്ലെ. ടേം എന്നല്ല, ഇറ്റ്സ് എ യൂസേജ്. അത് നമുക്ക് എന്തുവാകാം. ഇറ്റ്സ് നോട്ട് എ യൂസേജ്. എന്താ പറയാ, ലാംഗ്വേജ് വൈസ് ഫ്രേസ് അല്ല, ഇറ്റ്സ് ലാംഗ്വേജ് വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് ടേം അല്ലേ. മെഡിക്കൽ ഹിസ്റ്ററി ഒരാളുടെ മെഡിക്കൽ ഹിസ്റ്ററി അത് ഇന്നലത്തെ ഒരു ദിവസത്തെ ആവാം, 10 ദിവസത്തെ ആവാം, 10 മാസത്തെ ആവാം. അതിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. ബട്ട് പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി എന്ന് പറയുന്നത് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ടുള്ളൊരു ടേമാണ് അല്ലേ. യെസ്, ഐ തിങ്ക് ദാറ്റ് ഈസ് ക്ലിയർ ടു യു. എനിക്കത് കൺഫ്യൂഷൻ ആയിരുന്നോ? ഓക്കെ, ലെറ്റ്സ് സീ. But still that's a good point she has mentioned. പുതിയ കുട്ടികൾക്ക് അതൊരു നല്ലൊരു പോയിന്റ് തന്നെയാണ്. കാരണം പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി അല്ലെങ്കിൽ മെഡിക്കൽ ഹിസ്റ്ററി എഴുതുന്നത് പറയുമ്പോൾ നോൺ കേസ് ആകുമ്പോൾ എന്താണ് ഇംപ്ലൈ ചെയ്തിരിക്കുന്നത്? ഈ റീസെന്റ് ട്രീറ്റ്മെന്റ് റെക്കോർഡാണോ അതോ
പ്രീവിയസ്ലി ഉള്ള കണ്ടീഷൻസ് ആണോ എന്നുള്ള കൺഫ്യൂഷൻ എനിക്ക് തോന്നുന്നു ബാക്കി എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോഴും അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് 1 വീക്ക് ആയിട്ടുള്ള പുതിയൊരു സ്ഥലത്ത് വന്നിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ബട്ട് ഡെഫിനറ്റ്ലി ഒരാളെ നമ്മൾ പുതിയ സ്ഥലത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇറ്റ്സ് എ ഫോറിൻ പ്രാക്ടീസ് ടു ട്രാൻസ്ഫർ ഓൾ ദെയർ മെഡിക്കൽ റെക്കോർഡ്സ്. തീർച്ചയായിട്ടും അവരുടെ മെഡിക്കൽ ചിലപ്പോൾ ഈ നേഴ്സ് ഇപ്പോൾ ആദ്യമായിട്ടായിരിക്കും ഈ പറയുന്ന ഡൊറോത്തിനെ കാണാൻ പോകുന്നത് അല്ലേ. ബട്ട് സ്റ്റിൽ അറ്റ് ഈസ് എ നോൺ കേസ്. അത് എത്ര കാലമായിട്ട് അവിടെ താമസിക്കുന്നു എന്നുള്ളതല്ല, അവിടെ അവരുടെ കയ്യിൽ മെഡിക്കൽ റെക്കോർഡ്സ് ഉണ്ടോ എന്ന് നോക്കിയാൽ മാത്രം മതി കേട്ടോ. ഓക്കെ, യെസ്. അതും ഇതൊക്കെ ആയിരിക്കും ചിലപ്പോൾ അവർ കൺഫ്യൂസിങ് ആക്കാൻ തന്നിരിക്കുന്നത്. 1 വീക്ക് ആയിട്ടുള്ളൂ പുതിയ റെസിഡന്റ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലേക്ക് പേഷ്യന്റ് മാറിയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ നമുക്കൊരു അൺവാണ്ടഡ് ഡൗട്ട് വരും അല്ലേ. ഒരാഴ്ച ആയിട്ടുള്ളൂ, അങ്ങനെയാണ്. ഇതൊക്കെയാണ് കുട്ടികൾ ചോദിക്കുന്നത്. എനിക്കിത് ബാക്ക് ഇൻ 2021 ഡിസംബർ 4th എക്സാമിനേഷൻ ആണ് ഒരു പേഷ്യന്റ്, ഒരു സ്കൂൾ കിഡ്, ഒരു 5-year-old കിഡ്. ഐ വാസ് അബൌട്ട് ടു മെൻഷൻ സർ, സ്കൂൾ ക്ലിനിക്കിൽ നിന്ന് വരാൻ നേരത്തും ഈ സെയിം ഇഷ്യൂ വരാറ്. സ്കൂളിൽ അത്രയും പേരുള്ളതല്ലേ, ആള് LKG ഫസ്റ്റ് സ്റ്റാൻഡേർഡിലല്ലേ ആയിട്ടുള്ളൂ. ഒരു KG സ്റ്റുഡന്റ് സ്കൂളിലേക്ക് ട്രാൻസ്ഫർ ആയി പോകുന്നു. അപ്പോൾ അവിടുത്തെ നേഴ്സിന് പേഷ്യന്റിന്റെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് എഴുതുന്ന ലെറ്റർ ആയിരുന്നു. സോ ദാറ്റ് വാസ് ഓൾസോ നോൺ കേസ്. പക്ഷേ കുട്ടികൾക്ക് വന്ന ഡൗട്ട് 5 വയസ്സുള്ള കുട്ടിയാണ്. 5 വയസ്സുള്ള കുട്ടി എന്ന് പറയുമ്പോൾ വലിയ പ്രായമായിട്ടില്ല. സോ ആ നേഴ്സിന് കൃത്യമായിട്ട് കണ്ടുപരിചയം ഉണ്ടാവില്ല. ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ നല്ല പരിചയം. നമ്മൾ ആ ടേം ശ്രദ്ധിച്ചാൽ മതി. നോൺ കേസ് എന്നാണ് പറയുന്നത്, നോൺ പേഷ്യന്റ് അല്ല ഒരിക്കലും. ഓക്കെ, നമുക്ക് ആ പേഷ്യന്റിന്റെ കേസ് നമുക്ക് നോൺ ആണെന്നുള്ളത് റെക്കോർഡിക്കലി വി ഹാവ് ഇറ്റ്. അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് അറിയാവുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ റെസിഡന്റ് ആയ നിങ്ങളുടെ പേഷ്യന്റ് ആയ എന്നൊക്കെ മെൻഷൻ ചെയ്യാൻ ഒരു റെഫറൻസ് കൊടുക്കാനായിട്ട് പറയുന്നത്. കാരണം അല്ലാത്ത പക്ഷേ ഇവിടെ ഡൊറോത്തി പേര് സെക്കൻഡ് നെയിം മറന്നുപോയി, ലോങ്ക്രാഫ്റ്റ്. ഡൊറോത്തി ലോങ്ക്രാഫ്റ്റ് എന്ന് പറയുന്ന ഈ ലേഡീനെ അല്ലെങ്കിൽ ഡൊറോത്തി ട്രാൻസ്ഫറിംഗ് ബാക്ക് മിസ് ഡൊറോത്തി ലോങ്ക്രാഫ്റ്റ് ഹു റിക്വയർസ് കണ്ടിന്യൂഡ് കെയർ ആൻഡ് മാനേജ്മെന്റ് എന്ന് മാത്രം നമ്മൾ എഴുതി വിചാരിക്കുക. ഞാനൊരു സാമ്പിൾ സെന്റൻസ് പറഞ്ഞാണ് കേട്ടോ. അപ്പോൾ ഡൊറോത്തി ലോങ്ക്രാഫ്റ്റ് എന്ന് പറയുമ്പം it's not, you can't take it for granted that the reader will get to know that it's my patient by just getting the name of the patient അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ നിങ്ങളുടെ റെസിഡന്റ് ഹെൽത്ത് സെന്ററിൽ താമസിക്കുന്ന നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങളുടെ റെസിഡന്റ് ആയ ഡൊറോത്തി ഹാംപ്ടണിന് ലോങ്ക്രാഫ്റ്റിന് ഈ പറയുന്ന കെയർ കൊടുക്കണമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആ സ്റ്റേറ്റ്മെന്റ് ഇൻട്രൊഡക്ഷനിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യണമെന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഇന്നലെ ഡിസ്കഷൻ ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ്. ഐ തിങ്ക് അതെല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നു. യെസ്, ആൻഡ് ഷാൽ ഐ? ഓക്കെ, സോ ഇതൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഈ പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഒരാഴ്ച ആയിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു അൺവാണ്ടഡ് ഡൗട്ട് എക്സാം ഹോളിൽ വരാൻ സാധ്യതയുണ്ട്. ഒരാഴ്ച ആയിട്ടുള്ളൂ, അപ്പോൾ ചിലപ്പോൾ അവർക്ക് അറിയണ്ടാവില്ല, അപ്പോൾ ഇത് അൺനോൺ കേസ് ആയിരിക്കും. ഇങ്ങനെയുള്ള ഡൗട്ട്സ് നിങ്ങൾക്ക് വന്നിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. ഐ തിങ്ക് യു ഹാവ് ടാക്കിൾഡ് ഇറ്റ് ബ്രില്യൻ്റ്ലി ആൻഡ് യെസ്. പക്ഷേ റിനി കാണിച്ചൊരു പ്രോപ്പർ ആയിട്ടുള്ളത് ഇറ്റ് വാസ് എ ഗുഡ് ക്വസ്റ്റ്യൻ റിനി. കാരണം അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്തത്. കാരണം അങ്ങനെയുള്ള ടേംസ് ആണ് എപ്പോഴും നമ്മളെ പ്രോബ്ലമാറ്റിക് ആക്കുന്നത്. ഓക്കെ, സോ ഷൽ ഐ ഡീറ്റെയിൽ ദ ക്വസ്റ്റ്യൻ പ്ലീസ്? യെസ്. അപ്പോൾ ഇവിടെ ഞാൻ ഇന്നലെ ഓൾറെഡി പറഞ്ഞല്ലേ, ടുഡേസ് ഡേറ്റ് 8th ആണ്. 7th പേഷ്യൻറ്റിന് ബെഡിൽ പേഷ്യൻ്റ് വീണു. പക്ഷേ വേറെ ഇഞ്ചുറി ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ലൈറ്റ് ഹേർട്ട്നെസ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു, സിൻകോപ്പ ഉണ്ടായിരുന്നു. ആൻഡ് പെട്ടെന്ന് പേഷ്യൻറ്റിനെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അഡ്മിറ്റ് ചെയ്തു ഹോസ്പിറ്റലിൽ. അതിനുശേഷം ഡയഗ്നോസിസ് എന്ന് പറയുന്നത് ഹൈപ്പോടെൻഷനാണ് ആൻഡ് വിച്ച് വാസ് സസ്പെക്റ്റഡ് ഔട്ട് ഓഫ് സ്ട്രെസ് റിലേറ്റഡ് ആണെന്ന് പറയുന്നത്. യെസ്. അപ്പം പേഷ്യൻറ്റിൻ്റെ ഏജ് കൊടുത്തിട്ടുണ്ട്. ഷീ ഈസ് 82 year old ആണ്. Somebody has mentioned it as 89 too. 89. 80 plus. സോ അതൊന്ന് നിങ്ങളൊന്ന് ക്ലാരിഫൈ ചെയ്യുക. 89 ആണോ 82 ആണോ? ആൻഡ് നിങ്ങൾക്ക് അതിൻ്റെ പേഷ്യൻറ്റിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് എക്സാക്ട്ലി അറിയാമെങ്കിൽ അതൊന്ന് മെൻഷൻ ചെയ്തോളൂ കേട്ടോ. ഇറ്റ് വുഡ് ബി ഹെൽപ്ഫുൾ ഫോർ മീ. ഓക്കെ, ആൻഡ് ഇവിടെ പേഷ്യൻറ്റിൻ്റെ സോഷ്യൽ ഹിസ്റ്ററി ആയിട്ട് പറയുന്നു. ഷീസ് എ വിഡോ ആൻഡ് ഹാസ് ഗോട്ട് 2 daughters. ആൻഡ് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ലാസ്റ്റ് 1 week ആയിട്ട് പുതിയ റെസിഡൻറ്റ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിലാണ് ഈ പേഷ്യൻ്റ് ഉള്ളത്. ആൻഡ് പിന്നെ പറയുന്ന പേഷ്യൻറ്റ് ആൽക്കഹോളിക്കാണ്. 3 to 4 units ആണ് ഡെയിലി കഴിക്കുന്നത്. ആൻഡ് ഷീസ് എ നോൺ സ്മോക്കർ. എനിക്ക് തോന്നുന്നു കുട്ടികളെല്ലാവരും സോഷ്യൽ ഹിസ്റ്ററി നന്നായിട്ട് നോക്കിയിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഓക്കെ, വെരി ഗുഡ്. ആൻഡ് പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി ആയിട്ട് പറയുന്നത് പേഷ്യൻറ്റിന് എന്തോ ഒരു സർജറി ചെയ്തിട്ടുണ്ട്. അത് എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളതൊന്ന് അറിയാമെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്യാം. ആൻഡ് ഓൾസോ ഷീ ഹാസ് ഗോട്ട് ഡിപ്രഷൻ. യെസ്, ഇപ്പോൾ സ്ട്രെസ് റിലേറ്റഡ് ആണെന്ന് പറയുന്നുണ്ട്, ഡിപ്രഷനുള്ള ആളാണെന്ന് പറയുന്നു. അപ്പോൾ ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്ത് എഴുതാം. ഇതിപ്പോൾ ഞാനാണ് ഇപ്പോഴും എനിക്ക് പെട്ടെന്ന് തോന്നിയൊരു കണക്ഷനാണ്. ഇപ്പോൾ ഓൾറെഡി പേഷ്യൻറ്റ് ഡിപ്രഷൻ ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ വേണമെങ്കിൽ നമുക്കത് കണക്ട് ചെയ്ത് എഴുതാം. ഡിമെൻഷ്യ ഉള്ള പേഷ്യൻ്റ് ആണ്, ഡയഗ്നോസ്ഡ് ആണ് ഏർലിയർലി. ഓക്കെ, ഫൈൻ. അപ്പം ഈ ഡിപ്രഷനും സ്ട്രെസ്സും നമുക്ക് വേണമെങ്കിൽ
കണക്ട് ചെയ്തു. നിങ്ങൾക്ക് അറിയാമല്ലോ പേഷ്യൻറ്റിന് ഇങ്ങനെ ഡിപ്രഷൻ ഉള്ളത് കൊണ്ട് ഈ പറയുന്ന പോലെ സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടാണോ ഈ പറയുന്ന ഹൈപ്പോ ടെൻഷൻ ഉണ്ടെന്ന് സംശയിക്കുന്നു എന്നൊക്കെ നമ്മൾ കണക്ട് ചെയ്ത് എഴുതാം. ഐ തിങ്ക് ഞാനത് ലെറ്ററിൽ എഴുതിയിട്ടില്ല ഇപ്പോൾ തൽക്കാലം. പക്ഷേ നിങ്ങൾക്കത് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ നാച്ചുറൽ റൈറ്റിംഗ് ആയിട്ട് മാറുന്നത്. ഇതാണ് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോയിന്റ്. പാസ്റ്റ് ഹിസ്റ്ററിയും സോഷ്യൽ ഹിസ്റ്ററിയും വേണ്ട എന്ന് പറയുമ്പോഴും ജസ്റ്റ് കീപ്പ് ആൻ ഐ ഓൺ ദാറ്റ്. എന്തെങ്കിലും അവിടെ ഉണ്ടാകുമോ? കാരണം ഇത് കണക്ട് ചെയ്ത് എഴുതിയ കുട്ടികൾക്ക് നന്നായിട്ട് സ്കോർ കൂടും. ലൈക്ക് ബാക്കിയുള്ളവർ കിട്ടില്ല എന്നല്ല, ഇതൊക്കെ അവർ നിങ്ങളുടെ നാച്ചുറൽ റൈറ്റിങ്ങിനെ അളന്ന് കറിക്കുന്നതാണ്. Abhijit has mentioned that osteoarthritis ഉണ്ട്. Okay. Osteoarthritis ഉണ്ട്. Okay, fine. That's a medical history, right? Thank you. So 7th of January 2022 പേഷ്യന്റിന് സിൻകോപ്പി വന്നു, ലൈറ്റ് ഹെഡ്നെസ് വന്നു, ഹെഡ്നെസ് വന്നു. അങ്ങനെ പേഷ്യന്റിനെ ഫെൽ ചെയ്തു. യെസ്. അങ്ങനെ പേഷ്യന്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ അഡ്മിറ്റ് ആക്കുന്നു. വൈറ്റൽസ് ഒക്കെ നോർമൽ ആയിട്ടാണ് പറയുന്നത്, പക്ഷേ മൈൽഡ് ടെമ്പറേച്ചർ നോട്ട് ചെയ്തിട്ടുണ്ട്. ബ്ലഡ് ടെസ്റ്റ് ചെയ്തിരുന്നു, പക്ഷേ അതൊക്കെ നോർമലായിരുന്നു. ECG നോർമലായിരുന്നു. മെമ്മറി ഇംപയർമെൻ്റ് ഒന്നും ഇല്ല എന്ന് പറയുന്നു. പക്ഷേ പേഷ്യൻറ്റിന് എന്താണ് യൂട്രിക്കാരിയ അല്ലേ, യൂട്രിക്കാരിയ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്കിൻ ഇറിറ്റേഷൻ ആണ്. ലൈക്ക് ഇറ്റ് വാസ് ഡ്യൂ ടു പ്രഷർ ഓൺ ബ്രാ സ്ട്രിപ്പ് എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ ആയിരിക്കാം ഈ പറയുന്ന യൂട്രിക്കാരിയയുടെ. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് നോട്ട് ചെയ്തിരിക്കുന്നത് മെയിനായിട്ട്. ഒന്ന് ഹൈപ്പോടെൻഷനും പിന്നെ ഈ പറയുന്ന യൂട്രിക്കാരിയമാണ് മെയിനായിട്ട് ഹോസ്പിറ്റലിൽ നോട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം യൂട്രിക്കാരിയ നോട്ട് ചെയ്തതിനെ തുടർന്ന് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലോറാറ്റഡൈൻ ഐ തിങ്ക് 10 mg ഡെയിലി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അസസ്മെൻറ്റ് ചെയ്തപ്പോൾ കാണുന്ന കാര്യം BP ബ്ലഡ് പ്രഷർ ലൈയിങ് പൊസിഷനിൽ 134/70 ആണെന്നും സിറ്റിംഗ് പൊസിഷനിൽ 124/70 ആണെന്ന് നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ വൺ മോർ തിങ് പറയുന്നു, ഈ സിൻകോപ്പി വരുന്നതിൻ്റെ 1 day ബിഫോർ പേഷ്യന് നോഷിയ പ്രിയോറിറ്റൈസ് ഉണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് പേഷ്യൻറ്റ് സംഭവിച്ച കാര്യങ്ങളും ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റും പറയുന്നത്. ഇനി നമുക്ക് past medical history, I think one more information is there. Dementia, non-case of dementia ഉണ്ട്. And for that is on medication എന്ന് പറയുന്നത് അല്ലേ. And colon cancer grade 2 ഉണ്ട്. And resection of bowel ചെയ്തിട്ടുള്ള patient. Past history പറയുന്നുണ്ടായിരുന്നു. ഇനി മാനേജ്മെൻറ്റ്, അങ്ങനെ പേഷ്യൻറ്റിനെ മാനേജ്മെൻറ്റ് ചെയ്തു. ഹൈപ്പോടെൻഷനും പിന്നെ യൂട്രിക്കാരിയ ഉണ്ടെന്ന് മനസ്സിലാക്കി. ആൻഡ് പേഷ്യൻറ്റിന് അന്ന് തന്നെ 8th of January ടുഡേ തന്നെ പേഷ്യൻറ്റിന് എന്ത് ചെയ്യുന്നു, ഡിസ്ചാർജ് ചെയ്ത് വിടുകയാണ് ആ റെസിഡൻറ്റ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിലേക്ക്. അവിടുത്തെ നേഴ്സിന് എഴുതുന്ന ലെറ്ററാണ്. ആൻഡ് മാനേജ്മെൻറ്റ് പ്ലാനിൽ പറയുന്നു മാനേജ്മെൻറ്റ് ഫോർ ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ ആൻഡ് എൻകറേജ് മോർ ഫ്ലൂയിഡ് ഇൻടേക്ക്, ഡെയിലി വെയ്റ്റ് മോണിറ്ററിംഗ് ഫോർ ഫ്ലൂയിഡ് ബാലൻസ്, സ്മോൾ ആൻഡ് ഫ്രീക്വൻറ്റ് ഡയറ്റ്, അവോയ്ഡ് കഫെയിൻ കണ്ടെയ്നിങ് പ്രൊഡക്ട്സ്, കണ്ടിന്യൂ ലോററ്റഡൈൻ ആൻഡ് അതർ പ്രീവിയസ് മെഡിക്കേഷൻസ് എന്ന് പറയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ്. സോ വളരെ ക്ലിയർ ആയിട്ട് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഹാൻഡ് റീഡിംഗ് തന്നെ എല്ലാ കുട്ടികൾക്കും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ ഉള്ളൊരു ക്വസ്റ്റനാണ്. ആൻഡ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ കൺഫ്യൂഷൻ എലമെൻറ്റ് ഈ പറയുന്ന 1 വീക്കായിട്ട് റെസിഡൻറ്റ് സെൻറ്ററിൽ നിന്നുള്ള പേഷ്യൻ്റ് ആയതുകൊണ്ട് നോൺ കേസ് ആണോ എന്നുള്ള ഒരു ഡൗട്ട് ചിലപ്പോൾ ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതൊരു അൺനെസസറി ആയിട്ടുള്ള ഒരു കൺഫ്യൂഷൻ ആയിരുന്നു. Okay. And Abhijit has also commented that yes, നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് കിട്ടിയിട്ടുണ്ട് 3rd October 1941 by Divya, and 81 year ആണെന്ന് പറഞ്ഞു. And pressure urticaria and possible cholinergic urticaria. അത് possible cholinergic urticaria and pressure urticaria. Okay. രണ്ട് പറയുന്നുണ്ടല്ലേ, നമ്മൾ മിസ് ചെയ്തിട്ടുണ്ട്. Thank you so much. Okay. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കേസ് നോട്ടിൽ പറയുന്നത്. ആൻഡ് ഓവർ ടു ആസ് യൂഷ്വൽ നമ്മുടെ മോഡൽ കേസ് ലെറ്ററിലേക്ക് പോവാം അല്ലേ. അയ്യോ സോറി. Okay. So this was the introduction. Transferring back Mrs. Dorothy Longcroft, one of your residents, after a day's treatment in the emergency department. She has been diagnosed with orthostatic hypotension and request care and management from your side. Okay. And as usual, problem ഞാനിനി ഇത് ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ് ഇൻട്രൊഡക്ഷന് കൃത്യമായിട്ട് പേര് പറഞ്ഞിട്ടുണ്ട്, പേഷ്യൻറ്റിന് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു, എന്താണ് റിക്വയർമെൻ്റ് എന്നും ഒരു ഓവറോൾ പിക്ചർ കൊടുത്തിട്ടുണ്ട്. സോ ഇഫ് യു കുഡ് മീറ്റ് ഓൾ ദീസ് information in your introduction, definitely your score will not be affected. And over to the first body paragraph where I am going to explain the problem, why this particular purpose has been arised. അതിനുള്ള കാരണം എന്താണെന്നാണ് ഡീറ്റെയിലിംഗ് ചെയ്യാൻ പോകുന്നത്. സോ അതിൻ്റെ ഇനീഷ്യേഷൻ, ആ പ്രോബ്ലം ഇവിടെ തുടങ്ങി. യെസ്റ്റർഡേ
Sorry, you Yep. read it. Yesterday, on admission to the emergency department following a fall, she has been diagnosed with orthostatic hypotension and medical team suspects it as stress related As she had as she had depression earlier. So, on her examination of vitals, her examination of vitals noted normal, including her blood test and ECG. However, there was a mild elevation of temperature. Effective use of complex sentences is definitely needed. എപ്പോഴും വേണ്ട അറ്റ്ലീസ്റ്റ് ഒരു 4-5 സെന്റൻസ് എങ്കിലും കോംപ്ലക്സ് ആക്കാൻ ശ്രമിക്കണം. അത് പർപ്പസ്ഫുള്ളി ആക്കാൻ നിൽക്കരുത്. ഐ തിങ്ക് ഇറ്റ് ഷുഡ് ബി ഇൻ ദ ഫ്ലോ അല്ലേ, അതിന്റെ ആവശ്യമുണ്ടെങ്കിലാണ് അത് വേണ്ടത് അല്ലേ. Okay, so we have introduction Sia. Sia, hi Sia, how are you? Last time ഞങ്ങൾ really appreciate your efforts Sia. Like എനിക്ക് അറിയത്തില്ല Sia already exam pass ആയി. Of course കഴിഞ്ഞു, നമ്മുടെ സ്റ്റുഡന്റ് ആയിരുന്നു. But still he is coming up with introductions all the time. It's really ഒരു ഇൻസ്പിറേഷൻ കൂടിയാണ് എല്ലാവർക്കും, OET പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഇതുപോലെയുള്ള ഈവൻ ഞങ്ങളുടെ സ്റ്റാഫ്സിനോടും ഞങ്ങൾ പറഞ്ഞു സിയയുടെ കാര്യം. So happy to see you again. എല്ലാ ലൈവിലും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആൾ കൂടെയാണ് സിയ. താങ്ക് യു സോ മച്ച്. മിസ് ഡോറത്തി ബ്രാംപ്ടൺ അല്ല, ലോങ് ക്രോഫ്റ്റ്, നമുക്ക് എല്ലാവർക്കും പ്രൊഫഷൻ ഉണ്ടായിരുന്നു പേരുന്നത്. An elderly woman, your resident requires continued care and support from upon her discharge today. She has been diagnosed with orthostatic hypotension. Very good. Yes. സിയ നമ്മുടെ അക്കാഡമിയിൽ പഠിച്ച് OET ക്ലിയർ ചെയ്ത കാൻഡിഡേറ്റ് ആണ്. ആൻഡ് എപ്പോഴും നമ്മൾ സിയയുടെ പേര് പറഞ്ഞ ലൈവിലല്ലേ. ഓക്കെ ഫൈൻ. എനിവേ നമ്മൾ അവിടെ വായിച്ചു നിർത്തിയത്. Yes. Her examination of vitals noted normal, including her blood test and ECG. However, there was a mild elevation of temperature. Mrs. Longhort's BP on lying position was 134/70 and sitting position was 124/70. Apart from hypotension, urticaria. Apart from this, ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു എന്താ പറയുക യൂസേജ് ആണ്. അല്ലാണ്ട് നമ്മൾ ഇൻ അഡീഷൻ അപ്പാർട്ട് ഫ്രം ദിസ് എല്ലായിടത്തും കൊണ്ട് എഴുതണമെന്നില്ല ഇവിടെ. അപ്പാർട്ട് ഫ്രം ദിസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ അപ്പാർട്ട് ഫ്രം ഹൈപ്പോടെൻഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ റെലവൻ്റ് ആയൊരു എന്താ പറയുക ടെംപ്ലേറ്റ് ആണ് അല്ലേ. സോ കാരണം ഹൈപ്പോടെൻഷനോടൊപ്പം തന്നെ നമ്മൾ ഈക്വലി ഇമ്പോർട്ടൻസ് വരുന്ന ഒരു കാര്യമാണ് അല്ലേ. യൂട്രിക്കാരിയ അപ്പാർട്ട് ഫ്രം ഹൈപ്പോടെൻഷൻ. Urticaria was observed over the shoulder, leg and neck for which loratadine 10 mg has been started daily. Okay. Neither injury nor memory impairment were found on examination. Okay. Then with the social history, past history എഴുതാനില്ലാത്തതുകൊണ്ട് അഡീഷണൽ ഇൻഫർമേഷൻ ഒന്നും എഴുതാനില്ലാത്തതുകൊണ്ട് ഡയറക്റ്റ്ലി നമ്മുടെ റെക്കമെൻഡേഷൻ പാരഗ്രാഫിലേക്ക് പോവുകയാണ്. Today, on transfer, please maintain the care and support required and encourage her to take good amount of fluid. Please monitor her weight daily to check fluid balance. Also, provide her with small but frequent food. However, avoid caffeine products from her diet. Along with this, continue, what is it? The same. Yeah, loratadine and other medications. Additionally, she is to be referred to psychologist and occupational therapist and make sure about her appointment for further confirmation. Like ഇത് നമ്മൾ ശരിക്കും എഴുതേണ്ട ഒരു ആവശ്യമാണോ? ഏതാണ് ഈ ലൈക്ക് സൈക്കോളജിസ്റ്റ് ആൻഡ് ഓൾസോ ദി ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്? ഡെഫിനറ്റ്ലി. കാരണം ഇനി ആ പേഷ്യന്റ് അവിടെയാണ് താമസിക്കാൻ പോകുന്നത്. ഇറ്റ് ഈസ് their responsibility to arrange all these occupational therapists and psychologists. അറേഞ്ച് ചെയ്യുന്നത് മിക്കവാറും ഹോസ്പിറ്റൽസ് ആണെങ്കിലും അത് മേക്ക് ഷുവർ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി റെസിഡന്റ് ആണ് അല്ലേ, അവിടെ ഉള്ള ആൾക്കാരാണ്. സോ ഡെഫിനറ്റ്ലി. സോ ഐ തിങ്ക് എനിക്ക് വേറെ ഒന്നും കൂടുതൽ പറയാനില്ല റൈറ്റിങ്ങിനെ പറ്റി. സോ ലെറ്റ്സ് ഗോ ആൻഡ് സീ വെദർ there are any messages. ഫാദിക്കാര് I think a lot of comments in. Hi Jismi. Perfect class. Thank you so much. Thank you Sia. Yes. Okay, thank you. So I think that's all regarding writing, and over to Priyanka Pratas for her speaking discussion. Before that, I think before Divya Rijo has commented that reassurance emphasis ഉണ്ടായിരുന്നു എക്സാമിന് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്പീക്കിംഗിൽ. But I didn't want to mess up in between this writing task. Okay, so we'll check. Okay. എന്തൊക്കെയായിരുന്നു ഇന്നത്തെ സ്പീക്കിംഗ് കാർഡ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. ഓൾറൈറ്റ്, സോ ആൻഡ് വിൽ സീ
ജസ്റ്റ് a minute. ഓക്കെ, സോ എല്ലാവരും കമൻറ്റ് ചെയ്യുക. ഇന്ന് ഞാൻ സ്പെഷ്യലായിട്ട് കണ്ടൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് യൂണിവേഴ്സിറ്റി ക്ലിനിക് ഉണ്ടായിരുന്നു. ആൻഡ് ക്ലിനിക്സ് ഉണ്ട്, ഹോസ്പിറ്റൽ വാർഡ് ഉണ്ട്, അതുപോലെ തന്നെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. അപ്പോൾ ഞാനിപ്പം ഇതിൽ കണ്ട കാര്യം എന്ന് പറയുന്നത് കുറച്ച് ഓൾ സെയിം. ഞാൻ എപ്പോഴും സ്റ്റുഡൻസിനോട് പറയാറുണ്ട് 5 സെറ്റിംഗ് മാത്രമാണ് നമുക്ക് എക്സാമിനേഷന് വരുന്നത്. ദാറ്റ് ഇസ് ക്ലിനിക്, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ, ഹോസ്പിറ്റൽ വാർഡ്, എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ്, ഹോം വിസിറ്റ്. ഇതല്ലാതെ നിങ്ങൾ എക്സാമിന് ഒന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. ബിക്കോസ് ദിസ് ഇസ് എ കൈൻഡ് ഓഫ് ഡ്രാമ ദാറ്റ് ഇസ് ഗോയിങ് ടു ഹാപ്പൻ അല്ലേ, റോൾ പ്ലേ ആണ്. അപ്പം ഇതിൽ മെയിൻ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഇതർ കെയറർ ഓർ ആൻഡ് ദ നേഴ്സ്, കെയറർ ഓർ പേഷ്യൻറ്റ് ഓർ ആൻഡ് ദ നേഴ്സ്. ഈ 3 ക്യാരക്ടേഴ്സ് ആയിരിക്കും പ്രോബബ്ലി വരാനായിട്ട് സാധ്യതയുള്ളത്. അതല്ലാതെ വേറെ ആരും നമ്മുടെ ഈ ഒരു പെർട്ടിക്കുലർ പ്ലേയിൽ ഇല്ല. അതുകൊണ്ട് തന്നെ ഇവരെ രണ്ടുപേരെയും കാണാൻ പറ്റിയ സെറ്റിങ്സ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്. അങ്ങനെ ഈ 5 സെറ്റിങ്സ് മാത്രമേ എക്സാമിന് ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് അത് മാത്രമേ ഇപ്പോഴും വരുന്നുള്ളൂ. പക്ഷേ ഈ വരുന്ന സെറ്റിങ്സിൽ അവർ ലൈറ്റായിട്ട് കുറച്ച് ചേഞ്ചസ് ഒക്കെ അതിൻ്റെ പേരിന് കൊടുത്തിട്ടുണ്ട്. ദോ ദ സെറ്റിംഗ് ഇസ് സെയിം, ആ പേരൊക്കെ ഐ ആം ആക്ച്വലി ഓൾവേസ് ഈഗർ ടു ലുക്ക് ഇൻ ടു ദോസ് നെയിംസ്. ഇപ്പം ഹോം വിസിറ്റ് എന്നുള്ളത് മിക്കവാറും ഇപ്പം നമ്മൾ സാമ്പിൾ സ്പീക്കിംഗ് കാർഡ്സിലെ പോലെ പേഷ്യൻസ് ഹോം എന്നാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് മാത്രം കൊടുത്തിരുന്ന ടൈറ്റിലാണ് നൗ ഇറ്റ് ഹാസ് ബിൻ ഹോസ്പിറ്റൽ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് വെറൽസ് അല്ലേ. പിന്നെ ഇപ്പോൾ ക്ലിനിക്കുകളിൽ തന്നെയാണെങ്കിലും ജസ്റ്റ് ക്ലിനിക്ക് എന്നല്ല, ആസ്മ ക്ലിനിക്ക് എന്നുണ്ട്, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ക്ലിനിക്ക് ഉണ്ട്. ദെൻ വി ഹാവ് ഹോസ്പിറ്റൽ, ഐ തിങ്ക് 2 ഹോസ്പിറ്റൽ വാർഡ്. അങ്ങനെയാണ് നമുക്ക് ഇന്നത്തെ കാർഡ് വന്നിരിക്കുന്നത് അല്ലേ. സോ വിൽ റീഡ് ഔട്ട് എന്തൊക്കെയായിരുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. യെസ്, your patient is 40 years old and admitted to hospital yesterday morning suffering from a chest infection. He or she has asked to speak to you, requested to see you അല്ലേ. നമ്മളെ കാണാനായിട്ട് റിക്വസ്റ്റ് ചെയ്തേക്കുവാണ്. ആൻഡ് നമ്മുടെ ഫസ്റ്റ് എന്ന് പറയുന്നത് ഫൈൻഡ് ഔട്ട് ഹൗ പേഷ്യൻറ്റ് ഇസ് ഫീലിംഗ് എന്നുള്ളതാണ്. ഓക്കെ, സോ ഫൈൻഡ് ഔട്ട് ഹൗ പേഷ്യൻറ്റ് ഇസ് ഫീലിംഗ് എന്നുള്ള ഫസ്റ്റ് ബുള്ളറ്റ് പോയിന്റ് തന്നെ ഞാൻ എൻ്റെ എല്ലാ സ്റ്റുഡൻസിനോടും പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ബുള്ളറ്റ് പോയിന്റ് വായിക്കുമ്പോഴാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് ക്ലിയർ ആവുന്നത്. ഇപ്പം എങ്ങനെയുണ്ട് എന്ന് പേഷ്യൻറ്റിനോട് ചോദിക്കാൻ നേരത്തെ അതൊരു നോൺ കേസ് ആണ്. അപ്പോൾ നമുക്ക് അറിയാവുന്ന പേഷ്യൻറ്റിനെ പോലെ തന്നെ അങ്ങോട്ട് നമുക്ക് ചോദിക്കാം അല്ലേ. ഹലോ ഹരീഷ്, ഹൗ യു ഫീലിംഗ് റൈറ്റ് നൗ എന്നുള്ള രീതിയിൽ നമുക്ക് ചോദിക്കാനായിട്ട് പറ്റും. സോ ഇറ്റ് വാസ് എ ക്ലിയർ നോൺ കേസ്. ഇതിനകത്ത് നമുക്ക് കീവേഡ്സ് എന്താണ്? റെസിസ്റ്റ് എന്നുള്ള കീവേഡ്സ് നമ്മൾ എപ്പോഴും വളരെ സ്ട്രെസ് കൊടുത്ത് പറയുന്ന കുറച്ച് കീവേഡ്സ് ആണ് റെസിസ്റ്റ്. അതുപോലെ തന്നെ ഞാൻ എംഫസൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എംഫസൈസ് നീഡ് ടു റിമെയിൻ ഇൻ ഹോസ്പിറ്റൽ എന്ന് കാണുമ്പോൾ തന്നെ ഞാൻ സ്റ്റുഡൻസിനോട് എന്താണ് പേഷ്യൻ്റ് ചോദിക്കാൻ പോകുന്നതെന്ന് ഗെസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ എല്ലാവർക്കും അങ്ങനെ ഗെസ് ചെയ്യാനായിട്ട് പറ്റിയോ എന്ന് നോക്കുക. കാരണം എംഫസൈസ് നീഡ് ടു റിമെയിൻ ഇൻ ഹോസ്പിറ്റൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതൊരു നേഴ്സ് എംഫസൈസ് ചെയ്ത് പറയണമെന്നുണ്ടെങ്കിൽ പേഷ്യൻറ്റിന് അതിനോട് താല്പര്യം ഉണ്ടാവില്ലായിരിക്കും. അപ്പോൾ പേഷ്യൻറ്റ് നമ്മളെ കാണാൻ പറഞ്ഞത് തന്നെ എനിക്ക് ഹോസ്പിറ്റലിൽ നിൽക്കണ്ട, എനിക്ക് വേഗം തന്നെ പോകണം എന്നുള്ളൊരു കാര്യം നമ്മൾ അറിയിക്കാനായിരിക്കും. ഇതൊക്കെ വളരെ സിമ്പിളാണ് ഗെസ് ചെയ്യാൻ. അവിടെ നിന്ന് എന്താണ് വരുന്നത് എന്ന് നമുക്ക് ഗെസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ വളരെ എഫക്റ്റീവായിട്ട് നമുക്കതിന് മറുപടി കൊടുത്തുകൊണ്ട് സംസാരിക്കാൻ പറ്റും അല്ലേ. ഓക്കെ, സോ എംഫസൈസ് നീഡ് ടു റിമെയിൻ ഇൻ ഹോസ്പിറ്റൽ അത് തന്നെയാണോ നമ്മുടെ പേഷ്യൻറ്റ് പറഞ്ഞത് എന്ന് ഞാൻ സ്റ്റുഡൻസിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ദേ സെഡ് യെസ് ഐ നീഡ് ടു ഗോ ഹോം എന്നാണ് സ്റ്റുഡൻസ് പറഞ്ഞത്. ഐ നീഡ് ടു ഗോ ഹോം ആൻഡ് ലുക്ക് ആഫ്റ്റർ മൈ ചിൽഡ്രൻ. അങ്ങനെ കൺസേൺഡ് ആയിട്ടുള്ള ഒരു മദറായിരുന്നു നമ്മുടെ പേഷ്യൻ്റായിട്ട് അതിനകത്ത് പറഞ്ഞത്. സോ എംഫസൈസ് എന്നുള്ള കീവേഡ് ഉണ്ടായിരുന്നു. ആൻഡ് ദെൻ റെസിസ്റ്റ് റിക്വസ്റ്റ് ഫോർ ഓറൽ ആൻറ്റിബയോട്ടിക്സ് ഉണ്ടായിരുന്നു. സോ കാനുല റെസിസ്റ്റ് റിക്വസ്റ്റ് എന്ന് ഫോർ ഓറൽ ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുമ്പോൾ തന്നെ പേഷ്യൻ്റ് എന്താ ചോദിക്കാൻ പോകുന്നത് നമുക്കറിയാം അല്ലേ. ഈ കാനുലൈസേഷനൊക്കെ ഒന്ന് മാറ്റിയിട്ട് എനിക്ക് ഓറലായിട്ട് തന്നൂടെ എന്നുള്ളൊരു ചോദ്യമായിരിക്കും ഡെഫിനറ്റ്ലി പേഷ്യൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വരാൻ പോകുന്നത്. സോ സ്റ്റുഡൻസ് ആസ്ക് മീ എങ്ങനെയാണ് നമുക്കിങ്ങനെ ഇൻഫർമേഷൻ വെച്ചിട്ട് നമുക്ക് റോൾ പ്ലേ കാർഡ്സ് സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇറ്റ്സ് ക്വൈറ്റ് ഈസി.
ബിക്കോസ് നമുക്ക് ആ ഒരു കൃത്യമായ ഒരു ഫോർമാറ്റ് ഉണ്ടെങ്കിൽ, ഞാൻ എൻ്റെ സ്റ്റുഡൻസിനെ എല്ലാവരെയും ആ ഫോർമാറ്റ് വെച്ചിട്ടാണ് പഠിപ്പിക്കുന്നത്. അതിൻ്റെ കീവേഡ്സ് നിങ്ങൾ നോക്കണം, അത് മനസ്സിലാക്കിയിട്ട് വേണം സംസാരിക്കാൻ എന്ന് പറഞ്ഞിട്ടാണ് അവർ വിടുന്നത്. സോ അവർക്ക് അതുകൊണ്ട് തന്നെ എന്നോട് ഈസി ആയിട്ട് ഇൻഫോം ചെയ്യാൻ പറ്റും. ആൻഡ് നഴ്സസ് കാർഡിൻ്റെ ആ ഇൻഫർമേഷൻ കിട്ടിയാൽ ഇറ്റ് ഈസ് വെരി 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 സിമ്പിൾ ടു ഗെസ് ഔട്ട് ദ പേഷ്യൻസ് കാർഡ്. സോ ആ ഒരു റീസണിങ് പവർ വെച്ചിട്ടാണ് നമുക്ക് ഈസി ആയിട്ട് കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. കമ്മ്യൂണിക്കേഷൻ്റെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ ക്രൈറ്റീരിയ നമുക്ക് തന്നിട്ടുണ്ടല്ലേ. ആൻഡ് അതിനകത്ത് നമ്മൾ എഫക്റ്റീവായിട്ട് വേണം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക്, അതുപോലെ തന്നെ കൊടുക്കുന്ന ഉത്തരങ്ങൾ. അപ്പോൾ നമ്മൾ ഇൻഫർമേഷൻ മാത്രം നോക്കി പോവുകയാണെങ്കിൽ പേഷ്യൻ്റ് പറയുന്നതുമായിട്ട് നമുക്ക് യാതൊരുവിധ കണക്ഷനും ഉണ്ടാകത്തില്ല. അങ്ങനെ കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് പേഷ്യൻ്റ് എന്താണ് പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ ശ്രദ്ധിച്ച് കേട്ട് അതിന് റിപ്ലൈ കൊടുത്തിട്ട് കാർഡിൽ ഇൻഫർമേഷനിലോട്ട് പോകേണ്ടി വരും അല്ലേ. സോ ഇതിനേക്കാൾ ഏറ്റവും ബെറ്റർ, ഒത്തിരി എക്സാം കാർഡ്സ് കണ്ടിട്ടുള്ളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഇനി അടുത്തത് എന്താണ് പേഷ്യൻ്റ് പറയാൻ പോകുന്നതെന്ന് ഈസി ആയിട്ട് മനസ്സിലാക്കും. ഇനിഷ്യലായിട്ട് പ്രാക്ടീസിന് വരുന്ന സ്റ്റുഡൻസിൻ്റെ മെയിൻ ഡൗട്ടാണ്, നമുക്ക് ഈ 3 മിനിറ്റിൽ ഇതെല്ലാം കൂടെ ആലോചിച്ചെടുക്കാൻ പറ്റുമോ? പിന്നീട് ഫൈനലി അവർക്ക് വളരെ എന്താ പറയുക, ഒരു സ്വിച്ച് ഓൺ ചെയ്യുന്ന പോലെയാണ് ഇൻഫർമേഷൻ വരുന്നത്. അവർക്കറിയാം എന്താണ് ഇനി സ്റ്റുഡൻസ് പേഷ്യൻസ് പറയാൻ പോകുന്നതെന്ന് വളരെ ഈസി ആയിട്ട് അവർക്ക് ഗെസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. ആൻഡ് ക്രൈറ്റീരിയ അവിടെ നിൽക്കുമ്പോഴും നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനാണ്, ഒരു ആക്റ്റീവ് ആൻഡ് സ്മാർട്ട് കമ്മ്യൂണിക്കേഷനാണ്. അങ്ങനെ ഒരു ആക്റ്റീവ് ആൻഡ് സ്മാർട്ട് കമ്മ്യൂണിക്കേഷനിൽ നാച്ചുറലി ഈ ക്രൈറ്റീരിയ വരും. അല്ലെങ്കിൽ നമ്മൾ ക്രൈറ്റീരിയ മനസ്സിലിട്ടിട്ട് സംസാരിക്കാൻ നേരത്തെ അത് ഭയങ്കര മെക്കാനിക്കലാണ്. ഓക്കെ. സോ നമ്മൾ നോർത്തിക്ക് ഒരു ഫോറിനേഴ്സ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ടങ് അവരെങ്ങനെയായിരിക്കും വളരെ എന്താ പറയുക സ്ട്രോങ് ആയിട്ട് സംസാരിക്കുക? അതിനകത്ത് അവർ ഒരു ക്രൈറ്റീരിയ മീറ്റ് ചെയ്തിട്ടില്ല, ബട്ട് ദേ നോ ദ മാനേഴ്സ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഫോറിൻ ടങ് ആണ്, നമ്മൾക്ക് മലയാളമാണ് കൂടുതലുള്ളത്. മലയാളത്തിൽ ഇച്ചിരി കൂടെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. അവിടെ നമ്മുടെ മാനേഴ്സ് ഇസ് ക്വൈറ്റ് ഡിഫറെൻറ്റ് ഫ്രം ദ ഇംഗ്ലീഷ് മാനേഴ്സ്. സോ ആ രീതിയിൽ നമ്മൾ അതിനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, അതിന് പ്രോപ്പർ കറക്ഷൻ കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ക്രൈറ്റീരിയ ചെക്ക് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. ഒരു സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന് ഡെഫിനറ്റ്ലി 300 എബവ് സ്കോർ കിട്ടിയിരിക്കും, ഈവൻ 400 കിട്ടിയിരിക്കും. നമുക്ക് 300 മതി, കാരണം കുട്ടികൾ എപ്പോഴും 300 ഉണ്ടെങ്കിൽ ഹാപ്പി എന്നുള്ളതാണ്. പക്ഷേ സ്പീക്കിങ്ങിനാണ് ഏറ്റവും കൂടുതൽ നമുക്ക് മാർക്ക് വാങ്ങിക്കാൻ പറ്റുക. 400 എബവ് ഒക്കെ വാങ്ങിക്കാം നമുക്ക് അല്ലേ. എങ്ങനെയാണ് ദ സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ? നമ്മളൊരു പേഷ്യൻറ്റിനെ കിട്ടാൻ നേരത്ത് എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് പറഞ്ഞതാണ്, ഒരു ലാസ്റ്റ് എക്സാമിനുണ്ടായിരുന്ന കാർഡിനകത്ത് നമ്മൾ മദറിനോടാണ് സംസാരിക്കുന്നത്. ആൻഡ് അതിൽ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്, യു ഹാവ് ജസ്റ്റ് എക്സാമിൻഡ് ദ ചൈൽഡ് ആൻഡ് ദ ചൈൽഡ് ഇസ് നോട്ട് പ്രസൻറ്റ്, യു ആർ ടോക്കിംഗ് ടു ദ മദർ. ഓക്കെ. അപ്പോൾ നമ്മൾ ഡെഫിനറ്റ്ലി നമ്മൾ പേരൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഓക്കെ, യു ആർ റിയാസ് മദർ റൈറ്റ് ആൻഡ് യുവർ നെയിം ഇസ് എന്തെങ്കിലും പറഞ്ഞിട്ട്, യുവർ നെയിം ഇസ് പ്രിയാങ്ക. സോ പ്രിയാങ്ക, ഐ ഹവ് കംപ്ലീറ്റഡ് ദ എക്സാമിനേഷൻ വിത്ത് റിയ. ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും താങ്ക് യു, ആൻഡ് റിയ വാസ് വെരി കോപ്പറേറ്റീവ്. ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ദ മദർ, അതായത് നമ്മുടെ പേഷ്യൻറ്റ് അല്ലെങ്കിൽ ഇൻ്റർലോക്യൂട്ടർ ഇമ്മീഡിയറ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്തത്, ബട്ട് മൈ ചൈൽഡ് ഇസ് നോട്ട് പ്രസൻറ്റ് ഹിയർ, എൻ്റെ ചൈൽഡ് അതിനിവിടെ ഇല്ലല്ലോ എന്നുള്ളതായിരുന്നു നമ്മുടെ എക്സാമിനറിൻ്റെ അല്ലെങ്കിൽ ഇൻ്റർലോക്യൂട്ടറിൻ്റെ റെസ്പോൺസ്. അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് നമ്മൾ പാനിക് ആവേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് എ നാച്ചുറൽ കോൺവെർസേഷൻ അല്ലേ. അപ്പോഴത്തേക്കും യെസ്, യു ആർ റൈറ്റ്, ഐ ഹവ് ജസ്റ്റ് എക്സാമിൻഡ് യുവർ ചൈൽഡ് ഇൻ ദ നഴ്സസ് സ്റ്റേഷൻ ആൻഡ് ഐ എം ഹിയർ ആൻഡ് ഐ തോട്ട് ടു എക്സ്പ്ലെയിൻ ദ ഡീറ്റെയിൽസ് ഓഫ് യുവർ ചൈൽഡ് ടു യുവർ സെൽഫ്. അങ്ങനെ പറഞ്ഞ് ആ ഒരു സിറ്റുവേഷൻ നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് എക്സ്ട്രാ പോയിൻ്റാണ്. കാരണം വളരെ സ്പോണ്ടേനിയസ് ആയിട്ടും പൊളൈറ്റായിട്ടും നമുക്കതിന് മറുപടി പറയാൻ പറ്റും. യു ആർ റൈറ്റ്, I have checked your child in the nurse's station and I thought to give information about your child right now. Is it okay? എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ബീങ് വെരി പൊളൈറ്റ് ആൻഡ് ഇറ്റ്സ് നൈസ് അല്ലേ. അപ്പോൾ അതിന് എക്സ്ട്രാ നമുക്ക് മാർക്ക് കിട്ടണം. അവിടെ നമ്മൾ അയ്യോ എൻ്റെ ക്രൈറ്റീരിയയിൽ ഇതില്ലല്ലോ, ഞാൻ അങ്ങനെയല്ലല്ലോ സംസാരിക്കേണ്ടത്, അങ്ങനെ വിചാരിക്കരുത് അല്ലേ. ഇറ്റ്സ് എ സ്പോണ്ടേനിയസ് പാർട്ട്. റൈറ്റിങ്ങോ ലിസ്ണിങ്ങോ റീഡിങ്ങോ പോലെ അല്ല, ഇവിടെ ഒരു സ്പോണ്ടേനിയസ് ആക്ഷനാണ് നമുക്ക് ആവശ്യം. ഓക്കെ, ഡെഫിനറ്റ്ലി യു ഷുഡ് ബി വെരി അവെയർ അബൌട്ട് ദ ക്രൈറ്റീരിയ അറിഞ്ഞിരിക്കണം. നമ്മൾ ആക്റ്റീവ് കോൺവെർസേഷൻ നടത്തുമ്പോൾ നമ്മുടെ മോക്ക് ടെസ്റ്റിലുള്ള മാർക്കിംഗ് ക്രൈറ്റീരിയ ബേസ് ചെയ്തിട്ടായിരിക്കണം. പക്ഷേ നമ്മൾ റൂൾസ് വെച്ചിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാച്ചുറൽ ഫ്ലോയിനെ അത് എഫക്റ്റ് ചെയ്യും. ഓക്കെ. ആൻഡ് you see another question was, you see a 50-year-old patient who is scheduled for upper intestinal messages. Okay, intestinal. All right, fine. OET or IELTS? I didn't get that question. Okay. Timmy. Yeah. Can you please pose the writing task on description box?
Okay, actually, Tinsy, it's a live session, so we have that limitation. അതുകൊണ്ടാണ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇടാത്തത്. പക്ഷെ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് അത് ടാസ്ക് ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ. And Divya Rijo, patient scheduled for endoscopy, just examined. What is it? Okay. Alright, so about speaking അല്ലേ, സ്പീക്കിങ്ങിനെ പറ്റിയിട്ടാണ്. യൂണിവേഴ്സിറ്റി ക്ലിനിക്കാണ് ഞാൻ ഇനി അടുത്ത് പറയാൻ പോകുന്നത്. 19-year-old യൂണിവേഴ്സിറ്റി സ്റ്റുഡൻറ്റ് ആയിരുന്നു, വിത്ത് ഇച്ചി ഐസ്, ജസ്റ്റ് എക്സാമിൻഡ് ദ പേഷ്യൻ്റ് ആണ്, ആൻഡ് ക്ലെൻസ് ദ ഐസ് വിത്ത് മൈൽഡ് സലൈൻ സൊല്യൂഷൻ. അപ്പോൾ ഒരു പ്രൊസീജിയറും കഴിഞ്ഞു. ദർ ഇസ് ആൻഡ് യു സസ്പെക്ട് കൺജങ്ക്റ്റിവൈറ്റിസ്. Okay, I'm so sorry. My tongue slips. Okay, conjunctivitis. Alright, I got it right. Okay, so അതായിരുന്നു തോന്നുന്നു, എനിക്ക് തോന്നുന്നു എനിക്ക് കിട്ടിയത്. ഓക്കെ, സോ ഇറ്റ്സ് ജസ്റ്റ് എക്സാമിൻ കേസാണ്. അവിടെ റിയാഷോർ എന്ന് പറയുന്ന വാക്കിന് ഒത്തിരി ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു, എംഫസൈസ്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഷീ ഹാസ് ആക്ച്വലി കമൻറ്റഡ് എന്താണ് ഈ നമ്മുടെ സ്പീക്കിംഗ് സ്പെക്കുലേഷനിൽ പറഞ്ഞ ആ 2 വാക്കുകൾക്കും ഒത്തിരി പ്രാധാന്യം ഇന്നത്തെ എക്സാമിനേഷൻ ഉണ്ടായിരുന്നു എന്ന് ഷീസ് കമൻറ്റ്. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് കമൻറ്റ്. സോ അത് കാണുമ്പോൾ മെസ്സേജ് ഫ്രം ജിജോ, റോൾ പ്ലേ ഫെമിലിയർ ആയിരുന്നു, കീവേഡ്സ് ഒക്കെ ഇന്നലെ മാം എക്സ്പ്ലെയിൻ ചെയ്തതുപോലെ തന്നെയായിരുന്നു. ഓക്കെ, താങ്ക് യു റിജോ, താങ്ക് യു സോ മച്ച്. അല്ലെങ്കിൽ സർ ഇപ്പം എൻ്റെ അടുത്ത് ചോദിക്കും, കണ്ടു റിജോയ്ക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു വൈ എന്നുള്ളത്. ഓക്കെ, ഫൈൻ. സോ ബട്ട് ദോസ് തിങ്സ് വെയർ ഫെമിലിയർ അല്ലേ? Alright, I'm happy to know that. And ഈ കീവേഡ്സ്, അത് എനിക്ക് തോന്നുന്നു നമ്മളത് ഡിസ്കസ് ചെയ്ത സാധനങ്ങൾ നമ്മൾ എക്സാമിനേഷന് കാണുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു സമാധാനമാണ് അല്ലേ? വി ഫീൽ വെരി റിലാക്സ്ഡ് ആൻഡ് ഓക്കെ, സോ ദിസ് ഇസ് സംതിങ് ദറ്റ് ഐ നോ. ഇതിൽ എന്ത് പറയണം എന്ന് എനിക്കറിയാം, അല്ലെങ്കിൽ ഞാൻ ഇന്നലെ നോക്കിയതേ ഉള്ളൂ, വാവ് എന്നൊക്കെ ഒരു അപ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റിവിറ്റി കൂടുകയാണ്. സോ ദാറ്റ്സ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ഇറ്റ്. ഓക്കെ. ആൻഡ് asthmatic clinic ഉണ്ടായിരുന്നു. 6-year-old boy ആണ്, recently diagnosed with asthma and now using a reliever inhaler. The parent wants to discuss her son medication. ഇത് എനിക്ക് തോന്നുന്നു ഒരു ഫെമിലിയർ ടാസ്ക് ആണ്. ഐ തിങ്ക് ഒരു ട്രിപ്പിന് പോകുന്ന കുട്ടിക്ക് ആസ്മ ഉണ്ടായിട്ട് അത് ഇങ്ങനെ അതിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കാൻ വന്നിട്ടുണ്ട്, വാട്ട് ഓൾ തിങ്സ് ദറ്റ് ഹീ ഷുഡ് ടേക്ക് എന്ന് പറഞ്ഞിട്ട് പ്രീവിയസ്ലി ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ വന്നിട്ടുള്ളതാണ്. ഇതിനകത്ത് നമുക്ക് സ്ട്രെസ്, എംഫസൈസ്, ഞാൻ പറഞ്ഞ 2 കീവേഡ്സും ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഓക്കെ, ആൻഡ് സജസ്റ്റ് ഉണ്ടായിരുന്നു. ഓൾറൈറ്റ്, ഗിവ് ഡീറ്റെയിൽസ്. ഓൾറൈറ്റ്, ഓക്കെ. സോ എല്ലാം നല്ല കാർഡ്സ് ആയിരുന്നു. 40-year-old ഉണ്ട്, ഡോക്ടർ വിത്ത് സസ്പെക്റ്റഡ് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലാണ്, ഡോക്ടറിനെ കാണാൻ വെയിറ്റ് ചെയ്യുന്ന ഒരു സിനാരിയോ ആണ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് റെസിസ്റ്റ് റിക്വസ്റ്റ് ഫോർ പെയിൻ കില്ലേഴ്സ് എന്ന് പറയുന്ന ഒരു കീവേഡ് ഉണ്ടെന്ന് സ്റ്റുഡൻസ് പറഞ്ഞിട്ടുണ്ട്. സോ എല്ലാം നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞ വാക്കുകളൊക്കെ എല്ലാ കീവേഡ്സിലും ഇത് 1 or 2 ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. സോ അതാണ് ഞാൻ പറഞ്ഞത്, ഫെമിലിയർ ആയിട്ടുള്ളതാണെങ്കിൽ പോലും കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ പാകത്തിനുള്ള കീവേഡ്സ് ആയിരുന്നു. താങ്ക് ഗോഡ് ദറ്റ് വി ഹാവ് ഡിസ്കസ്ഡ് യെസ്റ്റർഡേ ആൻഡ് അതെല്ലാം കൃത്യമായിട്ട് കാർഡ്സിൽ വരികയും ചെയ്തു. സോ ഹാപ്പി ടു നോ അബൌട്ട് ഇറ്റ്. അപ്പോൾ എല്ലാവർക്കും എക്സാംസ് അത്യാവശ്യം എളുപ്പമായിരുന്നു എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. സോ ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. അറിയാലോ, ഇമ്പോർട്ടന്റ് കാര്യം പറയാൻ മറന്നുപോയി, നമുക്ക് May 28 നല്ല റിമാർക്കബിൾ റിസൾട്ട്സ് ആണ് ലെക്സബ്രി ലാംഗ്വേജ് അക്കാഡമി സ്റ്റുഡൻസ് തന്നിരിക്കുന്നത്. ഓൾ ദ എന്താ പറയുക, കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് ബെസ്റ്റ് വിഷസ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത സ്റ്റെപ്സ് എല്ലാം നല്ല മനോഹരമായി നടക്കട്ടെ. നമുക്ക് നമ്മുടെ തന്നെ ഹിസ്റ്ററിയിൽ നല്ല റിസൾട്ട്സ് ആയിരുന്നു അല്ലേ? തീർച്ചയായിട്ടും 400+ സ്കോറിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് വരികയും എല്ലാവരും നല്ല രീതിയിൽ ആ ഒരു സക്സസ് കാണിക്കുകയും ചെയ്തു. അത് പറഞ്ഞപ്പോൾ ഐ തിങ്ക് ഐ ഷുഡ് ആഡ്, എൻ്റെ അടുത്ത് സ്റ്റുഡൻസ് എങ്ങനെയുണ്ട് സക്സസ് റേറ്റ് എന്നൊക്കെ ഇപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പോയിന്റ് ചെയ്ത് വിളിച്ച് ചോദിക്കാറുണ്ട്. ക്വസ്റ്റനിങ്, യെസ്, യു ഹാവ് ടു ബി ചലഞ്ചിങ് ഓർ ഡെയറിങ്. നിങ്ങൾ ചോദിക്കണം, നിങ്ങളുടെ ട്രെയിനിങ് ആണ്, നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ ഇങ്ങനെ ചോദിക്കാൻ നേരത്തെ എങ്ങനെയുണ്ട് റിസൾട്ട്സ് പെർസെൻറ്റേജ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയും നമ്മളുടെ FB പേജസ് ഒക്കെ എടുത്ത് നോക്കിക്കോളൂ, യു വിൽ അണ്ടർസ്റ്റാൻഡ്. ആൻഡ് നിങ്ങൾക്ക് പ്രീവിയസ്ലി പരിചയമുള്ള ആരെങ്കിലും നമ്മളുടെ ക്ലാസ്സസിലുണ്ടെങ്കിൽ അവരോടും ചോദിക്കുക, അതാണ് ഏറ്റവും ബെസ്റ്റ് എന്നാണ് ഞാൻ അവരോട് പറയാറ്. അങ്ങനെ FB പേജസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം ഓർത്തത്. ലൈക്ക് ഐ ഡു ഓൾസോ സെർച്ച് ഫോർ ദ FB റിസൾട്ട്സ് നാച്ചുറലി അല്ലേ. നമ്മൾ എങ്ങനെയുണ്ട് പൊതുവേ എക്സാമിൻ്റെ ഒരു ട്രെൻഡ് എങ്ങനെയായിരുന്നു എന്നൊക്കെ നമ്മൾ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കണം, സ്റ്റുഡൻസിൻ്റെ പാസ് പെർസെൻറ്റേജ് എങ്ങനെയുണ്ടെന്ന് നോക്കണം, എങ്ങനെയാണ് OET ഇപ്പോൾ സ്റ്റുഡൻസിനെ പാസ്സാക്കുന്നത് അല്ലേ. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ നോക്കുക തന്നെ വേണം.
അതർവൈസ് ഈ ഒരു ഫീൽഡിൽ നിൽക്കാൻ നേരത്തെ നിങ്ങളെ ഞങ്ങൾക്ക് എത്രത്തോളം ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ ഇങ്ങനെയുള്ള അനാലിസിസിലൂടെയാണ് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമുക്കറിയാം അപ്പോൾ OET ഇത്ര പാസ് പെർസെൻറ്റേജ് കൊടുക്കുന്നുള്ളൂ, അപ്പോൾ അത്രയും ടഫ് ആക്കാനായിട്ട് സാധ്യതയുണ്ട്. ആ രീതിയിൽ വേണം നിങ്ങളെ ബിൽഡ് ചെയ്യാനായിട്ട്. സ്പീക്കിങ്ങിന് ഇങ്ങനെയൊക്കെയാണ് അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു റേഞ്ചിൽ പറയുന്ന കുട്ടിക്ക് വരെ ഈ സ്കോറാണ് അവർ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരെയും അത്തരത്തിലോട്ട് മുന്നോട്ട് കൊണ്ടുവരണം. ഇങ്ങനെയൊക്കെ ഒരു അനാലിസിസ് നമുക്ക് ഏറ്റവും അത്യാവശ്യമാണ്. സോ ഐ ഹാവ് നോ പ്രോബ്ലം ഇൻ ദാറ്റ്. ഐ ഡു സെർച്ച് ഫോർ ഓൾ ദി റിസൾട്ട്സ്. എല്ലാ റിസൾട്ട്സും ഞാൻ കൃത്യമായിട്ട് നമ്മൾ ഇവിടെ ഒരു ടീം തന്നെ ഉണ്ട്, അത് അനലൈസ് ചെയ്യും, എങ്ങനെയുണ്ട് പാസ് പെർസെൻറ്റേജ് എന്നൊക്കെ നോക്കും. അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ഒത്തിരി ഫണി റിസൾട്ട്സ് നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടുണ്ട്. ലൈക്ക് വാട്ട് ടു സേ, എന്താണ് ഒരു I do not want to comment about it, but still I should mention it that around ഒരു 80+ റിസൾട്ട്സ് ആണ് ഒരു വർഷത്തെ മുന്നത്തെ റിസൾട്ട്സ് വരെ അവിടെ ഉണ്ട്. സോ 80+ റിസൾട്ട്സ് ആർ ഫേക്ക്. സോ ഐ തിങ്ക് സെയിം റിസൾട്ട്സ് വീണ്ടും ഇടുക, കഴിഞ്ഞ റിസൾട്ട്സിൽ നിന്ന് എടുത്ത് വീണ്ടും ഇടുക, ഇതൊക്കെ ലൈക്ക് ഒരു എന്താ പറയാ, ഓക്കെ ലെറ്റ് ഇറ്റ് ബി മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. പക്ഷേ എന്നെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുകയാണ്. ഞാൻ എത്ര പെർസെൻറ്റേജ് ഉണ്ടെന്ന് നോക്കാൻ നേരത്തെ എനിക്ക് കൃത്യമായിട്ടൊരു ഐഡിയ കിട്ടുന്നില്ല. എത്ര OET സ്റ്റുഡൻസ് ഈ എക്സാമിന് പാസ്സായി ഫ്രം ഓൾ അറൗണ്ട്, ഫ്രം ദ നിയർ ബൈ, എല്ലാ നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നും എങ്ങനെയുണ്ട് എന്നൊക്കെ ഉള്ളത് ഇറ്റ്സ് എ നാച്ചുറൽ ക്യൂരിയോസിറ്റി. ആൻഡ് അതനുസരിച്ചിട്ട് വേണം നമുക്ക് ഇനിയും പ്രിപ്പയർ ചെയ്യാനായിട്ട്. പക്ഷേ അങ്ങനെ എന്നെ പോലുള്ള ഒത്തിരി പേരെ ഇറ്റ്സ് ബീൻ വാട്ട് ടു സേ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. സോ നിങ്ങൾ കണ്ണും ചെവിയും തുറന്നിരിക്കുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. സോ കണ്ണും ചെവിയും തുറന്നിരിക്കാൻ പറയുമ്പോൾ അത് ഞങ്ങളുടെ നേരെയും ചുറ്റും എല്ലായിടത്തും അല്ലേ. സോ ഐ തിങ്ക് ലെറ്റ്സ് വൈൻഡ് അപ്പ്. ആൻഡ് ഇനി എക്സാം എഴുതിയ കുട്ടികൾക്ക് ഓൾ ദി വെരി ബെസ്റ്റ്. ഇനി അപ്കമിങ് ആയിട്ട് എക്സാം എഴുതുന്ന എല്ലാ കുട്ടികൾക്കും നന്നായി പ്രിപ്പയർ ചെയ്യുക, നല്ല ഹാർഡ് വർക്ക് ചെയ്യുക, ആൻഡ് ഗെറ്റ് പ്രോപ്പർ ട്രെയിനിങ്, professional training. So that's all. I think it's me, Harish, signing off. And Priyanka signing out. Bye. Good night. Mm-hmm.